അപ്പോൾ ഞാൻ പറഞ്ഞു തുടർച്ചയായിട്ട് നമ്മുടെ വിനോദ് ഇപ്പോൾ സംസാരിക്കും. മലയാറ്റൂരിൻ്റെ കൃതികളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകളെക്കുറിച്ചുമാണ് വിനോദ് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മലയാറ്റൂരിനെ പറ്റി പറയുന്നതിന് മുമ്പ് എം ടിയെ പറ്റി രണ്ടു വാക്ക് സംസാരിക്കാമെന്ന് കരുതുന്നു. എം ടി നമ്മളെ വിട്ടു പോയെങ്കിലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഭൂതകാലത്തിലേക്ക് മാത്രം ഒതുങ്ങി കഴിയേണ്ട ഒരു വ്യക്തിയല്ല. മലയാളിയുടെ വർത്തമാനത്തിൻ്റെ നിത്യവസന്തമാണ് എം ടി വാസുദേവൻ നായർ. ഒരു കാലഘട്ട രംഗപ്പുഴയ്ക്ക് ശേഷം ഇത്രയധികം ജനങ്ങളെ സ്വാധീനിച്ച ഒരു എഴുത്തുകാരനില്ല. എഴുത്തുകാരിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു എം ടി വാസുദേവൻ നായർ. കൈവച്ച മേഖലകളിലെല്ലാം ഒന്നാമനായി എത്താൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിപരതയുടെ സർഗാത്മകതയുടെ ഏറ്റവും വലിയ തെളിവാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, എം ടിയുടെ കഥകളിലെ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു സാരാംശം 2 വാചകത്തിൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസാഗരങ്ങളെക്കാൾ ഏറെ അറിയുന്ന നിളാനദിയാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നത്. കുടലൂർ എന്ന ഗ്രാമമാണ് അദ്ദേഹത്തിന് കഥകളും കഥാപാത്രങ്ങളും നൽകിയത്. കാതുപൊളിച്ച മീനാക്ഷി അടത്തിയായാലും തീവണ്ടി എഞ്ചിനുകളുടെ ശബ്ദത്തിൽ കിടിലം കൊള്ളുന്ന ഒരു കോലായിലേക്ക് ഒരു സന്ധ്യയ്ക്ക് കയറി വന്നിട്ട് മാളുകടത്തി എനിക്ക് തിരിച്ചോറ് തരുമെന്ന് പറഞ്ഞ വേലായുധേട്ടൻ, നമ്മൾ അദ്ദേഹത്തെ അറിയുന്നത് ഭ്രാന്തൻ വേലായുധനായിട്ടാണ്. അങ്ങനെ ധാരാളം കഥാപാത്രങ്ങളെ, കഥകൾക്ക് യാതൊരു പഞ്ഞവുമില്ലാതിരുന്ന ഒരു നാടായിരുന്നു അദ്ദേഹത്തിൻ്റേത്. നാട്ടിൻപുറത്തിൻ്റെ നന്മകൾ മാത്രമല്ല, നാട്ടിൻപുറത്തിൻ്റെ ദോഷവശങ്ങളെ പറ്റിയും അദ്ദേഹം ഏറ്റവും അവസാനം എഴുതിയ കഥകളിൽ ഒന്നിൽ ശിലാലിഖിതം എന്ന കഥയിൽ വിഷം കഴിച്ച് ഏതാണ്ട് മരണത്തോടടുത്ത് കിടക്കുന്ന ആ ഒരു സ്ത്രീയെ രക്ഷിക്കാൻ നാട്ടുകാരും ശ്രമിക്കുന്നില്ല. പക്ഷെ നഗരത്തിൽ നിന്നൊരു പെൺകുട്ടിയാണ് ഇടയ്ക്കെങ്കിലും അവരെ പോയി നോക്കുന്നത്. ആ രീതിയിൽ ഗ്രാമവും നഗരവുമല്ല, മനുഷ്യർ തന്നെയാണ് ഏറ്റവും പ്രധാനം എന്നുള്ളൊരു കാര്യം എം ടി നമുക്ക് തന്നിട്ടുണ്ട്. എം ടി തുടങ്ങിയത് ആദ്യം എല്ലാവരും എഴുതുന്നത് പോലെ കഥയിലാണ്, കവിതയിലാണ്. പ്രസിദ്ധീകൃതമായ ആദ്യ കൃതി എന്ന് പറയുന്നത് ഒരു വൈരക്കൽ വ്യവസായത്തെ പറ്റിയാണ്. പിന്നീട് ഒരേ മാഗസിനിൽ തന്നെ കഥയും നോവൽ, ചെറുകഥയും ലേഖനവും കവിതയുമായിട്ടൊരു 3 സാഹിത്യ സൃഷ്ടികൾ ഒരേ ലേഖനത്തിൽ തന്നെ വന്ന കാര്യം എം ടി ആലോചിക്കുന്നുണ്ട്. മലയാളം കണ്ട ഏറ്റവും വലിയ പത്രാധിപരായിരുന്നു. ഒരുപാട് എഴുത്തുകാരെ കണ്ടെത്തിയത് അദ്ദേഹമായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും ക്രെഡിറ്റ് അദ്ദേഹം ഏറ്റെടുത്തിരുന്നില്ല. ഞാനല്ലെങ്കിൽ മറ്റൊരാൾ അതിനെ കണ്ടെത്തുമെന്നുള്ളൊരു വിശ്വാസം എം ടിക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല, താൻ പത്രാധിപരായിരിക്കുന്ന ആ വീക്കിലിയിൽ തൻ്റെ പ്രധാന കൃതികളൊന്നും അദ്ദേഹം എഴുതിയിരുന്നില്ല. ആ സമയത്തൊക്കെ അദ്ദേഹം മറ്റ് മാസികകളിലായിരുന്നു, വാരികകളിലായിരുന്നു എഴുതിയിരുന്നത്. കഥയായാലും കഥയുടെയൊക്കെ ഏറ്റവും സംഗ്രഹമായിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ കഥയും ഓരോ കഥാപാത്രങ്ങളും ഓരോ സംഭാഷണങ്ങളും നമുക്കിന്നും കാണാൻ പാഠമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതാത്ത എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ എല്ലാ കഥകളിലും എൻ്റെ ആത്മാംശമുണ്ട് എന്നുള്ളതാണ്. മലയാളിയുടെ സ്വാർത്ഥതയൊക്കെ, ഉയരങ്ങളിലേക്ക് എത്താനുള്ള ആശ്രമത്തെയൊക്കെ വളരെ മനോഹരമായ രീതിയിൽ അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ കോട്ട് ചെയ്യുന്നൊരു ഒരു സംഭാഷണമാണ് കാലത്തിലെ സേതുവിൻ്റെ. സേതുവിനെന്നും ഒരാളോട് മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ, സേതുവിനോട് മാത്രം. അത് തന്നെയാണ് കഴിഞ്ഞ നമ്മുടെ ശങ്കരപ്പിള്ള സാറിൻ്റെ കവിതയിലും പറഞ്ഞത്. ഏറ്റവും ഇഷ്ടം ആരെയാണ്? എന്നെയാണ്. അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ എന്ന് പറയുന്നത് പോലെ. അപ്പം അങ്ങനെ മനുഷ്യരുടെ ആ ഒരു സന്ദിഗ്ധാവസ്ഥകളെ, ഉയരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ കടന്നു വന്ന വഴികളുടെ നിഷ്ഫലതയെപ്പറ്റിയൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തിയ, നമ്മൾ ആരാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മളിലേക്ക് തന്നെ ഒരു തിരിഞ്ഞുനോട്ടത്തിന് മലയാളി ഏറ്റവും കൂടുതൽ സഹായിച്ച അക്ഷരങ്ങളുടെ ആ ഒരു പെരുന്തച്ഛന് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ മുഖ്യ വിഷയത്തിലേക്ക് കടക്കട്ടെ. മലയാറ്റൂർ രാമകൃഷ്ണൻ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ
ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. എംജിയുടെ കാര്യം പറഞ്ഞതുപോലെ അദ്ദേഹം കവിത എഴുതിയിട്ടുണ്ട്, കഥ എഴുതിയിട്ടുണ്ട്, നോവൽ എഴുതിയിട്ടുണ്ട്, ചലച്ചിത്രത്തിന് തിരക്കഥ എഴുതിയിട്ടുണ്ട്. തുടക്കം ഒടുക്കം എന്ന സ്വന്തം നോവൽ ചലച്ചിത്രമായപ്പോൾ അത് സംവിധാനം ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ആദ്യമായിട്ട് സർവീസ് സ്റ്റോറി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഔദ്യോഗിക ജീവിതം ഏറ്റവും വിരസമായിട്ടുള്ള ഒന്നാണ്. അതിനെപ്പറ്റി എഴുതുക എന്ന് പറഞ്ഞാൽ അതിലും വിരസമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഒരു പുതിയ സാഹിത്യ രൂപം എന്ന രീതിയിൽ ജനകീയമായ IAS എന്ന് പറയുന്ന ഒരു എലീറ്റ് ക്ലാസിൻ്റെ ജീവിതത്തെയും അവരുടെ ജീവിത സംഘർഷങ്ങളെയും ജോലിയുടെ പ്രശ്നങ്ങളെയും ഒക്കെ വളരെ മനോഹരമായ രീതിയിൽ എഴുതിയിട്ടുള്ള എൻ്റെ IAS ദിനങ്ങൾ എന്നുള്ള കൃതി മലയാളത്തിലെ എക്കാലത്തെ മികച്ചൊരു ക്ലാസിക്കായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പം അതിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്. ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് നമുക്കറിയാം. 11-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഉപനയനം കഴിയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഈ പൂണൂൽ ജാതിയുടെ ചിഹ്നമാണ് എന്നത് തിരിച്ചറിഞ്ഞ് അദ്ദേഹം ആ പൂണൂൽ ഉപേക്ഷിക്കുന്നുണ്ട്. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം അന്നു മുതലേ ഉണ്ടായിട്ടുണ്ട്. ധാരാളം എതിർപ്പുകൾ വരാം. സ്വാഭാവികമായിട്ടും ഔട്ട് ഓഫ് ദ ബോക്സിൽ ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എതിർപ്പുകൾ അദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പാണ്. അങ്ങനെ ധാരാളം എതിർപ്പുകളെ അതിജീവിച്ച് അത് വ്യക്തി ജീവിതത്തിലായാലും സാഹിത്യ ജീവിതത്തിലായാലും ഔദ്യോഗിക ജീവിതത്തിലായാലും ഒരുപാട് എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് വന്ന വ്യക്തിയായിരുന്നു മലയാറ്റൂർ. തന്റെ ജീവിതത്തിന്റെ ഒരു കണ്ണാടിയായിട്ട് മാറാൻ അദ്ദേഹത്തിന്റെ പല കൃതികൾ അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം മജിസ്ട്രേറ്റ് ആകുന്നു. അതിനുശേഷം IAS ഉദ്യോഗസ്ഥനായിട്ട് മാറുമ്പോഴും ഈ ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴും ഒക്കെ തൻ്റെ ഉള്ളിലുള്ള ആ ഒരു നാട്ടിൻ പുറത്തുകാരൻ. ശരിക്കും അദ്ദേഹം മലയാറ്റൂർ രാമകൃഷ്ണനല്ല, തോട്ടുവായ് എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. തോട്ടുവായ്ക്ക് ഒരു പഞ്ചില്ലാത്തത് കൊണ്ടാണ് മലയാറ്റൂർ എന്ന് ആ തൂലിക നാമം സ്വീകരിച്ചതെന്ന് അദ്ദേഹം പിൽക്കാലത്ത് പറയുന്നു. ഒരു ഉയർന്ന പദവിയിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന സംഘർഷങ്ങൾ, ആ സംഘർഷങ്ങൾക്കിടയിലും അദ്ദേഹത്തിന്റെ സാഹിത്യ സൗകര്യ അനുസ്യൂതം തുടർന്നിരുന്നു. അതിൽ നിന്ന് മനോഹരമായിട്ടുള്ള ധാരാളം കൃതികളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിദ്യാർത്ഥികാലം മുതലെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവം മലയാറ്റൂരിന്റെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം എതിർപ്പുകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മാത്രമായിരുന്നില്ല, പിൽക്കാലം ജോലി കിട്ടാനായിട്ട് വരുമ്പോഴും അതൊരു വലിയ വിഷയമായിരുന്നു. ഇപ്പോൾ കേരളത്തിന്റെ സിവിൽ സർവീസ് ചരിത്രത്തിൽ സമാനതകളില്ലാത്തൊരു സംഭവം എന്ന് പറയുമ്പോൾ മുനിസിപ്പൽ കമ്മീഷണർമാരുടെ ഒരു ടെസ്റ്റ് നടത്തി 1-ാം റാങ്ക് മലയാറ്റൂർ രാമകൃഷ്ണനാണ്. 2 മുതൽ 9 വരെ റാങ്കുള്ളവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുത്തു. 1-ാം റാങ്കുകാരനായിട്ടുള്ള മലയാറ്റൂർ രാമകൃഷ്ണന് നിയമനം കൊടുത്തില്ല. അപ്പൊ അതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന തിരുക്കൊച്ചി മുഖ്യമന്ത്രി പട്ടം താണുമുള്ള ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പറഞ്ഞൊരു വാചകം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. മലയാറ്റൂർ രാമകൃഷ്ണനല്ല, വൈകുണ്ഠം പരമേശ്വരനായാലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സർവീസിലേക്ക് ഞാൻ കടത്തിവിടില്ല എന്ന് പറഞ്ഞു. ഇതേ അനുഭവം അദ്ദേഹത്തിന് പിന്നീട് മജിസ്ട്രേറ്റ് ആയിട്ട് വരുമ്പോഴും ഉണ്ടായിട്ടുണ്ട്. അന്ന് IG ചന്ദ്രശേഖരൻ നായർ, കേരളത്തിലെ ആദ്യത്തെ IG ആയിട്ടുള്ള ചന്ദ്രശേഖരൻ നായർ നല്ലൊരു വ്യക്തി കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലാണ് തിരുവനന്തപുരത്തെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം, ഒരു പോലീസുകാരുടെ പേരിലുള്ള കേരളത്തിലെ അല്ല ലോകത്തിലെ തന്നെ ഒരുപക്ഷെ ഒരു സ്റ്റേഡിയം ആയിരിക്കാം. അത്രയധികം ജനങ്ങളെ സ്വാധീനിച്ച, ജനങ്ങൾക്ക് ബഹുമാനമുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ആ ചന്ദ്രശേഖരൻ നായരാണ് അന്നത്തെ പോലീസ് വെരിഫിക്കേഷനിൽ അദ്ദേഹത്തിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. പിന്നീട് മജിസ്ട്രേറ്റ് ആയിട്ടിരുന്നു. അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹത്തെ കണ്ടപ്പോഴാണ് പറഞ്ഞത് IASകാർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട്, സർവീസ് ഇരിക്കുന്നവർക്ക് നിങ്ങളത് എഴുതണം എന്ന് പറഞ്ഞു. അങ്ങനെ പരീക്ഷ എഴുതി, ഇന്റർവ്യൂ എല്ലാം പാസ്സായി. വളരെ കാര്യമായിട്ട് അദ്ദേഹം ഒരു ക്ലബിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അന്നത്തെ DYSP ഒന്ന് പറയുന്നത്, നിങ്ങളിവിടെ ഇങ്ങനെ കളിയും കണ്ടോണ്ടിരുന്നോളൂ, നിങ്ങൾക്കെതിരെ പോലീസ് റിപ്പോർട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ ചെയ്യുക? അപ്പോഴും സഹായത്തിന് വന്നത് IG ആണ്. അപ്പോഴത്തേക്കും അദ്ദേഹം സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിരുന്നു. അന്നത്തെ SP ആയിരുന്ന റസാലത്തെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു, നമ്മുടെ കക്ഷിയാണ്, നമ്മുടെ പയ്യനാണ് എന്നൊക്കെ പറഞ്ഞ അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പോലീസ് റിപ്പോർട്ട് അത് ഓവർറൂൾ ചെയ്തിട്ട് മലയാറ്റൂർ രാമകൃഷ്ണൻ സർവീസിലേക്ക് വരുന്നത്. ഇതിന്റെ ഒരു വൈരുദ്ധ്യം അല്ലെങ്കിൽ വിരോധാഭാസം എന്ന് പറയുന്നത്, ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനായതിന്റെ പേരിൽ ഒരു ഘട്ടത്തിൽ ജോലി നിഷേധിക്കപ്പെടുകയും മറ്റൊരു ഘട്ടത്തിൽ ഒരുപാട് സ്വാധീനങ്ങളൊക്കെ ചെലുത്തി സർവീസിലേക്ക് കയറുകയും ചെയ്ത മലയാറ്റൂർ രാമകൃഷ്ണൻ പിൽക്കാലം കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരുമായിട്ട് ഇടയുന്നുണ്ട്. അപ്പം അദ്ദേഹം അവധിക്ക് അപേക്ഷ കൊടുത്തപ്പോൾ ഉള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു വാചകമുണ്ട്, അത് തൽക്കാലം ഞാനിവിടെ പറയുന്നില്ല. പിന്നീട് സമാധാനപ്പെടുത്തി അദ്ദേഹത്തെ വീണ്ടും സർവീസിലേക്ക് കൊണ്ടുവന്നെങ്കിലും തുടർന്നു പോകാൻ കഴിയില്ല എന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹം സർവീസിൽ നിന്ന് രാജിവെച്ച് മുഴുവൻ സമയ എഴുത്തുകാരനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ സിവിൽ സർവീസ് ജീവിതത്തെക്കാൾ അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്
എഴുത്ത് ജീവിതത്തിന് തന്നെയാണ്. അതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് ധാരാളം കൃതികൾ ലഭിച്ചിട്ടുണ്ട്. ആ കൃതികളിലൂടെയൊക്കെയുള്ള ഒരു ചെറിയ യാത്ര നമുക്കിപ്പോൾ നടത്താം. അത് മാത്രമല്ല, അദ്ദേഹം ചിത്രകാരനായിരുന്നു, കാർട്ടൂണിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ കാർട്ടൂണുകളായിട്ടും ചിത്രങ്ങളായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയൊന്നും അധികം ആരും പറഞ്ഞും എഴുതിയും കണ്ടിട്ടില്ല എന്നുള്ളത് ഈ ബഹുമുഖ പ്രതിഭയായി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു കുഴപ്പം അത് തന്നെയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഇത്രയധികം വിപുലമായിട്ടുള്ള സാഹിത്യ സൃഷ്ടിയിൽ, പ്രത്യേകിച്ച് മലയാറ്റൂരിൻ്റെ കൃതികളെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ഇപ്പോഴൊന്ന് സൂചിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ ബ്രിഗേഡിയർ കഥകളെന്നും പറഞ്ഞുകൊണ്ട് വളരെ രസകരമായിട്ടുള്ള ഒരു ചെറുകഥാ സമാഹാരമുണ്ട്. VK-ന്റെ നിലവാരത്തിലുള്ള ഒന്നാണ്. ബ്രിഗേഡിയർ കഥകൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് കംപ്ലീറ്റ് മനസ്സിലാകും. ഇന്ത്യൻ ചരിത്രത്തിലെയും ഇന്ത്യൻ സമൂഹത്തിലെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും ഒക്കെ ഇതുവരെ മനസ്സിലാകാത്ത പല കാര്യങ്ങളും വളരെ രസകരമായ രീതിയിൽ ഇറാനിയൻ വിപ്ലവത്തെ പറ്റിയൊക്കെ വളരെ രസകരമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നിങ്ങളൊരു ചരിത്ര പുസ്തകത്തിൽ വായിക്കുന്നതിനേക്കാൾ വളരെ ഗംഭീരമായിട്ട് ഒരു ചെറുകഥയിലൂടെ ഷാറീസ പഹ്ലവിയുടെ കാര്യവും ഓയിൽ ക്രൈസിസിന്റെ കാര്യവും എങ്ങനെ അദ്ദേഹം അവിടെ വരുന്നു, പിന്നീട് അദ്ദേഹത്തെ അട്ടിമറിച്ച് ഖൊമേനി വരുന്ന കാര്യമൊക്കെ വളരെ രസകരമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല, ബംഗ്ലാദേശ് യുദ്ധം, ഇന്ത്യ ചരിത്രം, 1857 വിപ്ലവത്തിലെ കാര്യങ്ങൾ എന്ന് വേണ്ട എല്ലാം ക്യാപ്റ്റൻ വിജയൻ മേനോനാണ് അതിലെ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു നേരത്തെ പറഞ്ഞതുപോലെ പരന്ന വായന അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ വായനയുടെ ബലത്തിൽ മാത്രമാണ് അതിനെ സർഗാത്മക സൃഷ്ടിയിലേക്ക് തിരിച്ചുവിടാൻ മലയാറ്റൂരിന് കഴിഞ്ഞത്. ഇങ്ങനെ ധാരാളം വൈവിധ്യമുള്ള വിഷയങ്ങളാണ് മലയാറ്റൂരിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ആ ജീവിതത്തെ ഒക്കെ അനുഭവങ്ങളാക്കി മാറ്റി ആ അനുഭവങ്ങളെയൊക്കെ സൃഷ്ടിപരമായ രീതിയിലേക്ക്, അക്ഷരങ്ങളിലേക്ക് മാറ്റാൻ മലയാറ്റൂരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തമിഴ് ബ്രാഹ്മണനായിരുന്നു. അപ്പൊ തമിഴ് ബ്രാഹ്മണരുടെ പശ്ചാത്തലത്തിലുള്ള വേരുകൾ എന്ന നോവല് അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ IAS-കാരുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന അതുവരെ ആരും പറയാത്ത കഥ പറഞ്ഞ യന്ത്രം എന്നുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള മറ്റൊരു നോവൽ, അതിന് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 നമ്മുടെ മഹത്തായ വിപ്ലവം പ്രമേയമാക്കി വരുന്ന അമൃതം തേടി എന്ന നോവൽ. ശരിക്കും ഈ പുസ്തകങ്ങളൊക്കെയാണ് പാഠപുസ്തകങ്ങളാക്കേണ്ടുന്നതെന്ന് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചത് വളരെ വിരസമായിട്ടാണെങ്കിലും ഒരു ക്രൈം ഫിക്ഷൻ വായിക്കുന്ന രീതിയിലേക്ക് ഒരു അൺപുട്ട് ഡൗണബിൾ ബുക്കാണ് അമൃതം തേടി എന്ന് പറയുന്നത്. അതും അധികം ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല. വളരെയധികം പ്രാധാന്യം മലയാള സാഹിത്യത്തിൽ ചരിത്ര നോവലുകളുടെ ഘട്ടത്തിൽ, ഇപ്പം നമ്മൾ മലയാളത്തിൽ ചരിത്ര നോവൽ പറഞ്ഞാൽ CV-യിൽ തുടങ്ങി CV-യിൽ തന്നെ അവസാനിക്കുന്ന ഒരു ഘട്ടമാണ്. അതിനപ്പുറത്തേക്ക് നോവലുകൾ ധാരാളം ഉണ്ടെങ്കിലും അതിനെപ്പറ്റി ഒന്നും വിശദമായിട്ടുള്ള പഠനങ്ങൾ വന്നിട്ടില്ല. വീണ്ടും വായിക്കപ്പെടേണ്ടുന്നതും വിലയിരുത്തപ്പെടേണ്ടുന്നതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമായിട്ടുള്ള ഒരു പുസ്തകമാണ് അമൃതം തേടി. സ്വാതന്ത്ര്യം എന്ന അമൃതം തേടിയിട്ട് ഇന്ത്യക്കാർ നടത്തുന്ന ആദ്യത്തെ ആ ഒരു വിപ്ലവത്തെ പറ്റിയുള്ള അതിഗംഭീരമായ അതിലെ കഥാപാത്രങ്ങളൊക്കെ ജീവസുറ്റ കഥാപാത്രങ്ങളായിട്ട് ഇന്നും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ആഫ്രിക്കൻ പശ്ചാത്തലത്തില് മറ്റൊരു നോവലാണ്. ആഫ്രിക്കൻ പശ്ചാത്തലത്തില് യാഥാർത്ഥ്യവും ഫാന്റസിയും ഒക്കെ ചേർത്ത് എഴുതിയിട്ടുള്ള മനസ്സിലെ മാണിക്യം എന്ന് പറയുന്ന മറ്റൊരു നോവല്. സമകാലിക രാഷ്ട്രീയത്തിന്റെ കാവട്യത്തെ വളരെ നിശിതമായിട്ട് വലിച്ചു കീറുന്ന അദ്ദേഹത്തിന്റെ ഒരു നോവലാണ് 5 സെന്റ്. ഒരു ചെറിയ നോവലാണ്. വിപ്ലവ പ്രസ്ഥാനവും പിന്നീട് അതിന് സംഭവിച്ചിട്ടുള്ള അപജയങ്ങളെ പറ്റിയൊക്കെ വർണ്ണിക്കുന്ന ദ്വന്ദ്വയുദ്ധം എന്ന് പറയുന്ന മറ്റൊരു നോവല്. യന്ത്രം എന്ന നോവലിന്റെ കഥാപരിസരവുമായിട്ട് വിദൂരമായൊരു സാമ്യമുള്ള ഒന്നാണ് ദ്വന്ദ്വയുദ്ധം എന്ന നോവല്. മലയാറ്റൂർ തൃശ്ശൂർ സബ് കളക്ടറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു വന്യജീവി വാരാഘോഷം തൃശ്ശൂർ നടന്നിട്ടുണ്ട്. അപ്പൊ അന്ന് ആ ഉദ്ഘാടന പരിപാടി ഗംഭീരമാക്കാൻ വേണ്ടി ഒരു മാനെ കൊണ്ടുവരുന്നുണ്ട്. ആ മാൻ ഉദ്ഘാടന സമയത്ത് അവിടെ നിന്ന് എടുത്ത് ചാടി എതിരെ വരുന്നൊരു വണ്ടി തട്ടി അകപ്പാടെയൊക്കെയുള്ള ഒരു പ്രശ്നമാകുന്നുണ്ട്. അതിനെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ള ഒരു ഹാസ്യ നോവലാണ് ഡോക്ടർ വേഴാമ്പൽ. അത് മാത്രമല്ല, മലയാറ്റൂര് ഒറ്റപ്പാലത്ത് സബ് കളക്ടറായിരിക്കുന്ന സമയത്തുള്ള അട്ടപ്പാടി, ഇപ്പൊ നമുക്കറിയാം മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരമാണ്. ആ മണ്ണാർക്കാടിന് വടക്ക് വശത്തുള്ള കോയമ്പത്തൂരിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള നീലഗിരി ജില്ലയുടെ ഭാഗമായിട്ടുള്ള ആ പ്രദേശത്തെ മുടുകരുടെയും ഇരുളരുടെയും ആദിവാസി ഗോത്രങ്ങളാണ്. അവരുടെ ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയ പൊന്നി എന്ന് പറയുന്ന ഒരു നോവൽ പിൽക്കാലം വരെ ചലച്ചിത്രമായിട്ടുണ്ട്. പിന്നെ തമിഴ് ബ്രാഹ്മണരുടെ ജീവിതത്തെ വളരെ മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന, വേരുകളിൽ നിന്ന് തികച്ചും വിഭിന്നമായ ഒരു രൂപത്തിൽ അവതരിപ്പിക്കുന്ന നെട്ടൂർ മഠം എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. ആ നെട്ടൂർ മഠത്തിലെ കഥാപാത്രങ്ങൾക്ക് ചിലർക്കെങ്കിലും അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിയുമായിട്ടൊക്കെ ഉള്ളൊരു സാമ്യം
വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നീട് തുടക്കം, ഒടുക്കം, അനന്തയാത്ര, രക്തചന്ദനം, രാത്രി, മൃദുലപ്രഭു, ശിരസിൽ വരച്ചത്, ആറാം വിരൽ, വിഷബീജം തുടങ്ങിയ നോവലുകൾ, ധാരാളമായിട്ടുള്ള ചെറുകഥകൾ, ഏതാണ്ട് 400ഓളം ചെറുകഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് പല സമാഹാരങ്ങളായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. എൻ്റെ IAS ദിനങ്ങളെന്ന അദ്ദേഹത്തിന്റെ സർവീസ് സ്റ്റോറി, ഓർമ്മകളുടെ ആൽബം വളരെ രസകരമായിട്ട് വായിച്ചു പോകുന്നത്. മലയാറ്റൂരുടെ ഒരു ശൈലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു കോമിക് ജീനിയസ് ആണ്. വികേനെ പറ്റിയൊക്കെ നമ്മൾ ധാരാളമായിട്ട് പറയും. പക്ഷെ അതേ രീതിയിൽ ചില ഘട്ടങ്ങളിൽ അതിനെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ആ ഒരു കോമിക് ജീനിയസിന്റെ ഭാഷാ പ്രയോഗം അദ്ദേഹത്തിന്റെ പല കൃതികളിലും കാണാം. അത് ഈ ഓർമ്മകളുടെ ആൽബത്തിൽ വളരെ രസകരമായ രീതിയിൽ, വളരെ സരസമായ രീതിയിൽ തന്നെ അദ്ദേഹം അത് അവതരിപ്പിക്കുന്നുണ്ട്. പിന്നീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷെർലക് ഹോംസ് കഥകളുടെ വിവർത്തനമുണ്ട്. ഡ്രാക്കുള എന്ന് പറയുന്ന നോവൽ അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലം അദ്ദേഹത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, നോവലുകൾ എഴുതുന്നതിന്റെ ആ ഒരു സാഹചര്യം, സൃഷ്ടിപരമായ സർഗാത്മകമായ വേദനകൾ മാത്രമായിരുന്നില്ല, സാമ്പത്തികം കൂടി അതിന്റെ ഒരു ഘടകമായിരുന്നു. മലയാറ്റൂരിന്റെ ഈ ആഴവും പരപ്പുമുള്ള ജീവിതത്തെ അദ്ദേഹത്തിന്റെ സർഗാത്മക ജീവിതത്തിലേക്ക് പരിവർത്തിപ്പിക്കുന്നതിന്റെ ഉദാഹരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുമ്പോൾ മലയാറ്റൂർ എഴുതി തുടങ്ങുന്ന അല്ലെങ്കിൽ മലയാറ്റൂരിന്റെ ചെറുകഥകൾ വരുന്ന ആ ഒരു സമയം മലയാള സാഹിത്യത്തിലും ഒരു സംക്രമണ കാലഘട്ടമായിരുന്നു. ആധുനികതയുടെ ആ ഒരു പ്രകാശരശ്മികള് സമകാലിക മലയാള സാഹിത്യത്തെ നല്ല രീതിയിൽ ആ പ്രകാശരശ്മികളൊന്ന് വീണ് മലയാളത്തിന്റെ കഥാപരിസരം വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലൂടെ പോകുന്ന അവസരത്തിലാണ് മലയാറ്റൂരിന്റെ കഥകൾ വരുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ ആധുനികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്തിത്വ ദുഃഖത്തിന്റെ തീവ്രത ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട്. അത് കരഞ്ഞു തീർത്ത് നടന്ന ആൾക്കാരുണ്ട്. സ്വന്തം ജീവിതം ഒരു പരാജയമാണെന്ന് കരുതി ആ പരിസ്ഥിതികളെയൊക്കെ, ലോകത്തിന്റെ മുഴുവൻ ദുഃഖങ്ങളെയും സ്വന്തം ദുഃഖങ്ങളാക്കി മാറ്റി അസ്തിത്വ ദുഃഖത്തിന്റെ എക്സിസ്റ്റൻഷ്യൽ ആങ്സ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ സാർത്തറിന്റെയും കമ്മ്യൂണിന്റെയും ഒക്കെ സിദ്ധാന്തങ്ങളെ മനസ്സിലായില്ലെങ്കിലും സ്വന്തം ജീവിതത്തിലേക്കൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ പോയ ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യർക്ക് മനസ്സിലായ കഥകൾ എഴുതിയ വ്യക്തിയായിരുന്നു മലയാറ്റൂർ. മാത്രമല്ല ഇത്തരം സാഹിത്യ കൃതികളെയൊക്കെ, അതായത് ജാടയായിട്ട് കിടക്കുന്ന സാഹിത്യകാരന്മാരെയും സാഹിത്യ കൃതികളെയും ഒക്കെ ഒരു പുച്ഛത്തോടെ തന്നെയായിരുന്നു മലയാറ്റൂർ വായിച്ചിരുന്നത്. മലയാറ്റൂർ അങ്ങനെ തന്നെയായിരുന്നു അവരെ കണ്ടിരുന്നത്. കാരണം അന്നിറങ്ങുന്ന കഥകളെ, ലോക സാഹിത്യത്തെ ഏത് രീതിയിലായിരിക്കും, നല്ല വായന ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു മലയാറ്റൂർ. അപ്പൊ ഇവരൊക്കെ എന്ത് വായിച്ചു, അവർക്കൊക്കെ എന്തറിയാം, അതിന് ഏത് രീതിയിലാണ് മലയാളത്തിലേക്ക് മാറ്റിയതെന്നൊക്കെ നല്ല ബോധ്യമുണ്ടായ എഴുത്തുകാരൻ തന്നെയായിരുന്നു മലയാറ്റൂർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോളിസി എന്ന് പറയുന്നത് സാമൂഹിക നന്മകളെ ആസ്പദമാക്കി, അല്ലെങ്കിൽ സാമൂഹിക നന്മകളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള കഥാരചനയായിരുന്നു. എന്ന് പറഞ്ഞാൽ അതൊരു സാരാവകാശ കഥകൾ എന്ന രീതിയിലല്ല. അതിന്റെ ഉള്ളിൽ നമ്മൾ അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആ വ്യക്തി അനുഭവമായാലും അതിന്റെ സാമൂഹിക അനുഭവങ്ങളായി കഴിഞ്ഞാലും പൊതുവെ നന്മ പ്രദാനം ചെയ്യുന്ന കൃതികളാണ് കൂടുതൽ. അല്ലെങ്കിൽ ആ നന്മയിൽ നിന്ന് എന്തുകൊണ്ട് മാറിപ്പോകുന്നു, അതിന്റെ പ്രതികരണങ്ങൾ എങ്ങനെ വരുന്നു എന്നുള്ളതിന്റെ പശ്ചാത്തലം കൂടെ അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണാം. സാഹിത്യകാരനാകുന്നതിന്റെ യാതൊരു പശ്ചാത്തലവും അല്ലെങ്കിൽ യാതൊരു പാരമ്പര്യവും MT പോലെ തന്നെ മലയാറ്റൂരിനും ഇല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ കൊല്ലത്ത് സ്കൂൾ ഇൻസ്പെക്ടർ ആയിരുന്ന സമയത്ത് അവിടെ ശങ്കരശാസ്ത്രികൾ എന്ന് പറയുന്ന ഒരു സംസ്കൃത പണ്ഡിതൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ വരുമായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛനുമായിട്ട്, വിശ്വനാഥ അയ്യരുമായിട്ട് സംസാരിക്കും. അതോടൊപ്പം സംസ്കൃതത്തിലെ ധാരാളം കവിതകൾ, ശ്ലോകങ്ങൾ ഒക്കെ അദ്ദേഹം അവിടെ എഴുതുകയും ആ കുടുംബ സദസ്സിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ടാണ് മലയാറ്റൂരിനും ഒരു എഴുത്തുകാരനാകണമെന്ന് ആഗ്രഹമുണ്ടായത്. സ്വാഭാവികമായിട്ടും ആദ്യം എഴുതിയത് കവിതയാണ്. വളരെ ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ വായനയിൽ വളരെ ക്രമമുണ്ടായിരുന്നു. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല, പഞ്ചതന്ത്രം കഥകൾ തുടങ്ങിയിട്ടുള്ള കൃതികളാണ് ആദ്യകാല വായനയുടെ അസ്ഥിവാരം എന്ന് പറയാവുന്നത്. കൊല്ലം മുനിസിപ്പൽ ലൈബ്രറിയിൽ നിന്ന് ലഭ്യമാകുന്ന പുസ്തകങ്ങളൊക്കെ അദ്ദേഹം വായിക്കുമായിരുന്നു. അപ്പൊ കവിതയിൽ തുടങ്ങി. പിന്നീട് ആ സമയത്താണ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ സ്കൂൾ സമയം രാവിലെ 7:30 മുതൽ 1 മണി വരെ ആക്കി മാറ്റി ഒരു ഉത്തരവിറക്കുന്നത്. അതിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കവിത എഴുതുന്നുണ്ട്. പക്ഷെ ആ കവിതയൊന്നും അത്ര വലിയ ശ്രദ്ധ നേടിയിട്ടില്ല. പിന്നീട് കഥയിലേക്ക് വരുന്നു. പല കഥകൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. മലയാറ്റൂരിന്റെ ജ്യേഷ്ഠന് പഠിക്കാനുണ്ടായിരുന്ന തോമസ് ഹാർഡിയുടെ അണ്ടർ ദ ഗ്രീൻവുഡ് ട്രീ എന്ന് പറയുന്ന ഒരു നോവല് ക്ലേശകരമായ രീതി തന്നെയാണ്. ആ നോവല് വിവർത്തനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വിവർത്തന സാഹിത്യത്തിലേക്ക് കടക്കുന്നത്.
തകഴിയുടെയും ദേവിന്റെയും ഒക്കെ കഥകൾ വായിച്ച് ആ കഥാപരിസരവുമായിട്ടുള്ള ഒരു സാമ്യം, അദ്ദേഹത്തിന്റെ ഒരു സാത്മീകരണമൊക്കെ ആ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നും വിഭിന്നമായിട്ട് എന്തെങ്കിലും എഴുതണം എന്നുള്ളൊരാഗ്രഹം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ കൃതി 1945 കൊല്ലത്ത് നിറങ്ങുന്ന സഹോദരി മാസികയിൽ ഒരു ലേഖനമാണ്. ഹിപ്പപ്പൊട്ടാമസ് എന്നാണ് ആ ലേഖനത്തിന്റെ പേര്. അദ്ദേഹത്തിന് ധാരാളം സാഹിത്യ സുഹൃത്തുക്കളൊന്നുമില്ല. ചെറുകിട പബ്ലിഷർമാരായിട്ടുള്ള പാറയിൽ ഷംസുദ്ദീൻ, ബദറുദ്ദീൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. സുഹൃത്തുക്കളുമായിരുന്ന് വലിയ രീതിയിൽ സാഹിത്യം ചർച്ച ചെയ്യാവുന്ന ഒരവസ്ഥയുമായിരുന്നില്ല അന്നുണ്ടായിരുന്നത്. പക്ഷെ ആ സമയത്താണ് മലയാറ്റൂർ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ബദറുദ്ദീനുമായിട്ട് ചേർന്ന് രണ്ടാം സമരമുഖം എന്നൊരു നാടകം എഴുതുന്നത്. ഈ നാടകം യൂണിവേഴ്സിറ്റി കോളേജിന്റെ വാർഷികത്തിൽ എല്ലാവരും കൂടി അവതരിപ്പിക്കുന്നുണ്ട്. 1947-49 കാലഘട്ടത്തിൽ മലയാറ്റൂര് തിരുവനന്തപുരത്ത് നിയമം പഠിക്കാനായിട്ട് ചേരുന്നുണ്ട്. നിയമ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം ആദ്യത്തെ ഒരു വർഷം അദ്ദേഹം വളരെ കോളേജ് ജീവിതത്തിന്റെ മുഴുവൻ രസകരമായ അനുഭവങ്ങളിലേക്ക് കടന്ന് പഠിത്തത്തിൽ വളരെ ആലസ്യം കാണിച്ചു. 3rd ക്ലാസ്സിലാണ് പാസ്സാകുന്നത്. പിന്നീടാണ് അദ്ദേഹം പഠിച്ച് ആ വാശിയോട് കൂടി തന്നെ പഠിച്ച് 1ാം റാങ്കോടെ നിയമബിരുദം നേടുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ ഒരു ഡിറ്റക്റ്റീവ് നോവലാണ്. രാത്രി എന്നാണ് ആ നോവലിന്റെ പേര്. കൊല്ലത്തെ ST റെഡ്ഡിയാർ ആൻഡ് സൺസ് ഒരു നോവൽ എഴുതണം. ആ നോവലിന് പ്രതിഫലം പറഞ്ഞുറപ്പിക്കുന്നു. 150 രൂപ വേണമെന്ന് മലയാറ്റൂര് പറയുന്നു. റെഡ്ഡിയാര് നല്ല കച്ചവടക്കാരനാണ്, അദ്ദേഹം അത് സമ്മതിക്കുന്നില്ല. അങ്ങനെ വിലപേശലിനൊടുവിൽ 100 രൂപയ്ക്ക് ആ നോവലിന്റെ പകർപ്പവകാശം നോവലിസ്റ്റ് പ്രസിദ്ധീകരണ മുതലാളിക്ക് കൊടുക്കുന്നുണ്ട്. അന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. പിന്നീട് മാതൃഭൂമിയിൽ അദ്ദേഹത്തിന്റെ കൃതികൾ വരുന്നു. കള്ളനോട്ട് കേസ് എന്നൊരു ചെറുകഥ മാതൃഭൂമിയിൽ വരുന്നതോടുകൂടി അദ്ദേഹം അറിയപ്പെടുന്ന, അല്ലെങ്കിൽ എഴുത്തുകാരൻ എസ്റ്റാബ്ലിഷ് ആണ്. അന്നായാലും ഇന്നായാലും ഒരു എഴുത്തുകാരൻ മലയാളി അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ മാതൃഭൂമിയിൽ കഥ വരിക, ലേഖനം വരിക, കവിത വരിക എന്ന് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കഥയെഴുത്തിന്റെ അല്ലെങ്കിൽ നോവൽ എഴുത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം വരുന്നത് സാമ്പത്തികമാണ്. പിന്നീട് IAS പരീക്ഷ വരുന്നുണ്ട്. പരീക്ഷ എഴുതാൻ അന്ന് മദ്രാസിൽ പോകണം. പരീക്ഷ എഴുതാൻ പോകാൻ പൈസ ഇല്ല. അങ്ങനെ കോഴിക്കോട്ടുള്ള PK ബ്രദേഴ്സ്, അവര് വളരെ പുസ്തക പ്രസിദ്ധീകരണശാല, അന്നത്തെ വളരെ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരാണ്. അവരുമായിട്ടൊരു കരാറിൽ ഏർപ്പെടുന്നു. 400 രൂപയ്ക്ക് അദ്ദേഹം അടുത്ത നോവൽ എഴുതുന്നു. വിഷബീജം എന്ന് പറയുന്ന നോവൽ അങ്ങനെ വരുന്നതാണ്. സുഹൃത്തുക്കളുടെ അഭിപ്രായങ്ങൾ, അവരുടെ അനുഭവങ്ങളൊക്കെ കഥകളായിട്ട് വരുന്നുണ്ട്. CJ തോമസ് ആണ് അദ്ദേഹത്തോട് പറയുന്നത്, തമിഴ് ബ്രാഹ്മണരെ അടിസ്ഥാനമാക്കി അവരുടെ ജീവിതത്തെയും സംസ്കാരത്തെയും ഒക്കെ അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങളൊരു നോവൽ എഴുതണം, ഒരു കൃതി എഴുതണം. അങ്ങനെയാണ് വേരുകൾ എന്ന നോവൽ എഴുതുന്നത്. പിന്നീടുള്ള ഒരു രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ, കലാനിലയം നാടക ട്രൂപ്പിന്റെ കടമറ്റത്ത് കത്തനാർ എന്ന നാടകം കാണാൻ വേണ്ടിയിട്ട് മലയാറ്റൂരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കൂടെ പോകുന്നുണ്ട്. ആ നാടകത്തിലെ യക്ഷിയെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടമായി. അപ്പൊ യക്ഷിയുടെ ആ ഒരു വരവൊക്കെ കണ്ടപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു, യക്ഷി കൊള്ളാമല്ലോ. അപ്പൊ മറ്റേ ആള് പറഞ്ഞ്, അത്രയ്ക്ക് കൊള്ളാമെങ്കിൽ നീ കെട്ടിക്കുമെന്ന് പറഞ്ഞു. ആ ഒരു ചിന്തയിൽ നിന്നാണ് മലയാറ്റൂരിന്റെ യക്ഷി എന്ന നോവലിന്റെ ആ കഥാബീജം വരുന്നത്. ഒരാൾ തന്റെ ഭാര്യ യക്ഷിയാണെങ്കിൽ എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നാണ് മലയാളത്തിലെ ഒരു സൈക്കഡലിക് അനുഭൂതി വായനക്കാർക്ക് സംഭാവന ചെയ്ത യക്ഷി എന്ന് പറയുന്ന നോവൽ വരുന്നത്. ഇപ്പൊ നേരത്തെ സെബാസ്റ്റ്യൻ മാഷ് സൂചിപ്പിച്ചതുപോലെ അക്കാലത്തെ മലയാള സാഹിത്യം കഥയില് തകഴി, കേശവദേവ്, പൊൻകുന്നം വർക്കി, ചെറുകാട്, ഇടശ്ശേരി, മറ്റൊരു വിഭാഗമുണ്ട് ബഷീർ, ഉറൂബ്, പൊറ്റക്കാട്ട്, പിന്നീട് MT, പത്മനാഭൻ, നന്ദനാര്, കോവിലന്, അങ്ങനെ ഒരു വിഭാഗമായിട്ട് പോകുന്നുണ്ട്. ഡൽഹിയിൽ നിന്നുള്ള എഴുത്തുകാരാണ് മലയാളത്തിൽ ആധുനികത കൂടുതൽ കൊണ്ടുവരുന്നത്. വിജയന്, മുകുന്ദൻ, കാക്കനാടൻ, MB നാരായണപിള്ള, സക്കറിയ, ആനന്ദ് തുടങ്ങിയവരുടെ കൃതികളൊക്കെ വരുന്നു. അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് കവിതയിൽ P. ഭാസ്കരനും വയലാറും ONVയും ഒക്കെ പുതിയൊരു ദിശാബോധം സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരു ഒറ്റയാനെ പോലെ മഹാകവി P. കേരളം മുഴുവൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് സമസ്ത കേരളം PO എന്ന് നമ്മുടെ D. വിനയേന്ദ്രൻ പിൽക്കാലം ഒരു കവിത എഴുതുന്നുണ്ട്. ഇതിനിടയിലൊക്കെ മലയാറ്റൂര് തൻ്റെതായിട്ടുള്ള ഒരു അവസ്ഥ, തൻ്റെതായിട്ടുള്ള ഒരു സാഹിത്യ രൂപം കണ്ടെത്തുകയും സാഹിത്യ ശൈലി കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു കോമിക് ഭാഷയ്ക്ക് അദ്ദേഹം രൂപം കൊടുത്തു. മനുഷ്യ ജീവിതത്തിന്റെ സംഘർഷങ്ങളും സന്നിഗ്ധതകളും ഒക്കെയാണ് അദ്ദേഹം ജീവിതത്തിൽ കൂടുതൽ അനുഭവിച്ചിട്ടുള്ളതും ആ അനുഭവങ്ങളെയാണ് അദ്ദേഹം കൃതിയിലേക്ക് മാറ്റിയെടുക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതി, ആത്മാംശം ഉൾക്കൊള്ളുന്ന ഒരു കൃതി വേരുകളാണ്.
1966 ഈ വേരുകൾ എന്ന് പറയുന്ന കൃതി പ്രസിദ്ധീകൃതമാകുന്നത്. സുഹൃത്തായ CJ തോമസ് പറഞ്ഞനുസരിച്ചാണ് അദ്ദേഹം ആ ഒരു കൃതി എഴുതുന്നത്. തന്റെ തന്നെ ഒരു കുടുംബ പശ്ചാത്തലത്തെ അടിസ്ഥാനമാക്കിയാണ് ആ ഒരു കൃതി എഴുതുന്നത്. മലയാറ്റൂരിന്റെ ഒരു എഴുത്ത് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് അതിനെപ്പറ്റി ഗവേഷണം ചെയ്ത് അതിന്റെ നോട്ടുകൾ കുറിച്ച് അങ്ങനെ എഴുതുന്ന രീതിയൊന്നുമല്ല. വളരെ എളുപ്പത്തിൽ തന്നെയാണ് അദ്ദേഹം ആ ഒരു കൃതി എഴുതിയിട്ടുള്ളത്. യക്ഷി എന്ന് പറഞ്ഞ നോവൽ ഏതാണ്ട് 1 മാസം കൊണ്ട് എഴുതിയതാണ്. വിഷബീജം 16 ദിവസം കൊണ്ട് എഴുതി കൊടുത്തൊരു കൃതിയാണെന്നാണ് പറയുന്നത്. വേരുകളിലെ പ്രധാന കഥാപാത്രം രഘുവാണ്. IAS-കാരനാണ്. ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന് പഠിച്ച് പഠനത്തിന്റെ പിൻബലത്തിൽ മാത്രം ഉയർന്നുപോയി IAS നേടിയ രഘുവാണ് വേരുകളിലെ പ്രധാന കഥാപാത്രം. അതിൽ മലയാറ്റൂർ രാമകൃഷ്ണന്റെ ആത്മാംശം ഏറെയുണ്ട്. അതിലെ മറ്റൊരു പ്രധാന കഥാപാത്രം രഘുവിന്റെ ഭാര്യ ഗീതയാണ്. പക്ഷെ ഗീതയ്ക്ക് മലയാറ്റൂരിന്റെ ഭാര്യ വേണിയുമായിട്ട് യാതൊരു ബന്ധവുമല്ല. അവരുടെ സ്വഭാവത്തിൽ വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന കഥാപാത്രമാണ്. അപ്പൊ ആ ഒരു കുടുംബ കഥയാണെങ്കിലും വേരുകൾ ഒരു വലിയ സാംസ്കാരിക പശ്ചാത്തലത്തെ മലയാളിക്ക് മുമ്പിൽ അനാവരണം ചെയ്തതാണ്. തമിഴ് ബ്രാഹ്മണർ എങ്ങനെയാണ് മലയാളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിൽ ഇടപെടുന്നതും അവരുടെ സംഭാവനകൾ എന്തൊക്കെയാണ്. ഇപ്പൊ വ്യതിരിക്തമായിട്ടുള്ള ഒരു സാംസ്കാരിക ഘടന എന്ന രീതിയിൽ, സാംസ്കാരിക കൂട്ടായ്മ എന്ന രീതിയിൽ തമിഴ് ബ്രാഹ്മണർ മലയാള ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് ഇടപെടുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യം ആ നോവൽ നമുക്ക് പറയാമെന്നുണ്ടായിരുന്നു. അപ്പൊ വേരുകളിലെ എല്ലാ പ്രധാന കഥാപാത്രങ്ങളൊക്കെ തമിഴ് ബ്രാഹ്മണരാണ്. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ അവരുടെ വേരുകൾ അവിടെ നിന്ന് അറ്റുപോവുകയാണ്. അവർ പിന്നീട് കേരളത്തിലേക്ക് വരുന്നു. പല പ്രദേശങ്ങളിലായിട്ടൊരു അഗ്രഹാരത്തിന്റെ രീതിയിൽ കുറച്ചൊക്കെ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിലും ഒക്കെ ആയിട്ട് അവർ താമസിക്കുന്നുണ്ട്. വേരുകൾ നഷ്ടപ്പെട്ട് പുതിയൊരു സ്ഥലത്ത് വേരുകൾ ആഴ്ത്താൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ ജീവിത സംഘർഷങ്ങൾ പ്രധാനമായിട്ട് അദ്ദേഹം വരുന്നുണ്ട്. അവരുടെ സ്വഭാവ രീതികൾ, അവരുടെ ആചാരങ്ങൾ, അവരുടെ അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ നിലനിർത്തുന്നുണ്ട്. മലയാളത്തിൽ തനതായ ഒരു സാംസ്കാരിക പാരമ്പര്യം നിലനിർത്താനായിട്ട് തമിഴ് ബ്രാഹ്മണര് ശ്രമിക്കുന്നുണ്ട്. ആ ഒരു പുതിയ തലമുറയുടെ ഭാഗമായിട്ട് രഘു വരുന്നുണ്ട്. യാഥാസ്ഥിതികരായിട്ടുള്ള മുൻ തലമുറക്കാരിൽ നിന്ന് മാറി പുതിയ തലമുറ മലയാളത്തിന്റെ നവോത്ഥാന പാരമ്പര്യമായിട്ട് ചേർന്ന് പോകുന്ന ഒരു കഥാപാത്രമായിട്ട് രഘു വരുന്നു. അതിന്റെ ഉദാഹരണമായിട്ടാണ് അദ്ദേഹം പൂണുനൂല് പൊട്ടിച്ചു കളയുന്നത്. ഇപ്പൊ തമിഴ് ബ്രാഹ്മണര് ഒരു ന്യൂനപക്ഷ വിഭാഗമാണ്. പക്ഷെ അവർ ഉദ്യോഗത്തിലും ചില ഘട്ടങ്ങളിൽ വ്യവസായത്തിലുമൊക്കെ ഉയർന്നു നിൽക്കുന്ന ആൾക്കാരാണ്. അതിന് കഴിയാത്ത ആൾക്കാർ വലിയ കോവിലങ്ങളിലും കൊട്ടാരങ്ങളിലും ഒക്കെ കുട്ടിപ്പട്ടന്മാരായിട്ടും ദേഹണ്ടക്കാരുമായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്. ഇപ്പൊ മാമ വെങ്കടൻ എന്ന കഥാപാത്രത്തെ നമുക്ക് ആ രീതിയിൽ പരിചയമുള്ളതാണ്. വൈദിക വൃത്തി കൊണ്ട് മാത്രം ജീവിക്കാൻ പര്യാപ്തമല്ലാത്ത ജീവിത സാഹചര്യത്തിൽ മറ്റു തൊഴിലുകളിലൂടെ ജീവിക്കാനും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഏത് തൊഴിൽ ചെയ്യാനും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആധ്യാത്മിക രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും സാഹിത്യ രംഗത്തായാലും സംഗീത രംഗത്തായാലും ഭരണരംഗത്തായാലും ഒക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച ധാരാളം തമിഴ് ബ്രാഹ്മണന്മാരെ നമുക്കറിയാം. ഇപ്പൊ CP രാമസ്വാമി അയ്യർ തന്നെ ഏറ്റവും മികച്ച ഉദാഹരണമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഇവരുടെ സംഭാഷണ രീതി എന്ന് പറയുന്നത് തമിഴ് കലർന്ന മലയാളമാണ്. അനുഷ്ഠാനങ്ങളൊന്നും യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇപ്പൊ വിവാഹത്തിന് വധു 18 മുഴം നീളമുള്ള ചേല ചുറ്റണം എന്നുള്ളത് കുറപ്പുടവ എന്നാണ് അതിന് പറയുക. നിർബന്ധമുള്ള ആചാരമാണ്. അതുപോലെ വിവാഹത്തിന് 18 ചുറ്റുള്ള മുറുക്ക് വേണം. മുറുക്ക് അവരുടെ ഒരു പട്ടമാരുടെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണ വിഭവമാണ്, പലഹാരമാണ്. അതിലെ ആ ചുറ്റിന്റെ എണ്ണം കുറയുന്നതനുസരിച്ച് ആ കുടുംബത്തിന്റെ അന്തസ്സിന് കോട്ടം സംഭവിക്കുക എന്നുള്ളതാണ്. പക്ഷേ വേരുകളില് ആ ഗീതയുടെ സ്വഭാവം പറയുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് ആചരിക്കേണ്ടതാണ്. ഭർത്താവ് മരിച്ചാൽ വെളുത്ത വസ്ത്രം ധരിക്കണം, അതോടൊപ്പം തലമുണ്ടനം ചെയ്യണം എന്നുള്ളൊരു ആചാരം കൂടിയുണ്ട്. പക്ഷേ രഘു ഇതിൽ അമ്മയോട് ആ ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെടുക, അത് മാത്രം ചെയ്യരുത് എന്നുള്ളൊരു കാര്യം. വേരുകളിലെ പ്രധാന കഥാപാത്രങ്ങൾ 4 തലമുറയിൽപ്പെട്ട ആൾക്കാരാണ്. ആദി നാരായണ പാട്ട, ഗണപതി പാട്ട, വിശ്വനാഥ അയ്യര്, രഘു. ഈ 4 തലമുറകളിലൂടെ നീളുന്ന ഒരു വലിയ കുടുംബ കഥയാണ്. വളരെ ചെറിയ ഒരു നോവലായിട്ട് ഒറ്റ ഇരിപ്പിൽ നിങ്ങൾക്ക് വായിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു ചെറിയ നോവലാണ്. ഇപ്പൊ സർക്കാർ ജീവനക്കാരനായിരുന്നു അച്ഛൻ, ഇൻസ്പെക്ടർ ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു. പെരിയാറിന്റെ തീരത്ത് ഒരു വലിയ പറമ്പ്, 5 ഏക്കർ പറമ്പാണ്, ഒരു വലിയ മഠം, ഗണപതി പാട്ട പണി കഴിപ്പിച്ച ഒരു വലിയ മഠം. ആ മഠത്തിന്റെ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടാണ് രഘു നാട്ടിലേക്ക് വരുന്നത്. കാര്യം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു വലിയ തിരുവനന്തപുരത്ത് ഒരു വലിയ വീട് വെക്കണം. അത് 4500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വലിയ ബംഗ്ലാവ് തന്നെ വേണം. രഘുവിന്റെ ഐഡിയ 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ്.
അദ്ദേഹത്തിന്റെ ശമ്പളം അനുസരിച്ച് ലഭിക്കാവുന്ന ലോണൊക്കെ എടുത്തിട്ട് കടമില്ല, വലിയ കുഴപ്പമില്ലാതെ ആ ഒരു വീട് വെക്കാവുന്നതാണ്. പക്ഷെ ഗീത പറയുന്നത്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഗീത പറയുന്നത് 2500 സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് ഒരു ഹട്ടാണ്. ഐ വിൽ നോട്ട് ലിവ് ദെയർ. അവർക്ക് വേണ്ടുന്നത് ഒരു വലിയ ബംഗ്ലാവാണ്. അവിടെ പരിചാരകർ വേണം, പാചകക്കാർ വേണം, പൂന്തോട്ടത്തിൽ അത് അങ്ങനെ പണം എന്നുള്ളത് ആർഭാടത്തിന് വേണ്ടി മാത്രം ചെലവാക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ഗീത ഈ നോവലിൽ നിൽക്കുന്നുണ്ട്. രഘു പാരമ്പര്യത്തിന്റെ പിന്തുടർച്ച അവകാശിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവർ തമ്മിലുള്ള സംഘർഷമാണ് ഈ നോവലിന്റെ പ്രമേയം എന്ന് പറയുന്നത്. രഘുവിന്റെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രാധാന്യം ഈ നോവലിലുണ്ട്. മലയാള സാഹിത്യത്തിൽ സ്ത്രീ കഥാപാത്രങ്ങളെ പറ്റി നമ്മൾ പറയുമ്പോൾ ഏറ്റവും ശക്തരായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ ഒരിക്കൽ പോലും ഈ നോവലിലെ അമ്മുലു വരുന്നില്ല. മലയാറ്റൂരിനെ പറ്റിയുള്ള എൻ്റെ ഓർമ്മകൾ തുടങ്ങുന്നത് സ്കൂൾ പാഠപുസ്തകത്തിലെ മരിക്കാത്ത ഓർമ്മകൾ എന്നുള്ളൊരു പാഠത്തിലൂടെയാണ്. 9ാം ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു പാഠമാണ്. രഘു വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ അദ്ദേഹം ഓർമ്മിക്കുന്ന പല കഥാപാത്രങ്ങളെയും, അങ്ങനെയാണ് ഈ കഥാപാത്രങ്ങളൊക്കെ വരുന്നത്. അതുവരെ നമ്മൾ കേട്ട് പരിചയമില്ലാത്ത ആൾക്കാരാണ്. അമ്മുലു, തിമ്പാൻ അളിയെന്നർത്ഥമുള്ള അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. നോവൽ തുടങ്ങുന്നത് രഘു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ ഭാര്യയില്ല. ഭാര്യ ക്ലബിൽ റമ്മി കളിക്കാൻ പോയിരിക്കുകയാണ്. മക്കൾ സ്കൂളിൽ നിന്ന് വന്ന് അവിടെ ഉറക്കം തൂക്കിയിരിക്കുന്നുണ്ട്. ഒരു ചായ വേണം, പാചകക്കാരൻ അവിടെ ഇല്ല. അപ്പോൾ രഘുവിൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ ഭാഗ്യദോഷിയാണ് മകനെ, ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുമ്പോൾ നിനക്ക് ഒരു കപ്പ് കാപ്പി തരാൻ കൂടി നിന്റെ ഭാര്യ ഇവിടെ ഇല്ല. ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വെച്ച് നോക്കുമ്പോൾ അതൊരു പക്ഷേ ഇന്നത്തെ ഫെമിനിസ്റ്റുകൾക്ക് അതത്രയ്ക്ക് സുഖിക്കുന്ന ഒരു കാര്യമാകണമെന്നില്ല. 1966 അങ്ങനെയല്ലായിരുന്നു. എന്നാൽ ഈ ഗീതയെ രാത്രി 8 മണിക്ക് ക്ലബിൽ പോയി വിളിച്ചുകൊണ്ട് വരേണ്ട ചുമതലയും രഘുവിനുള്ളതാണ്. അവിടെ വിട്ടുവീഴ്ചയില്ല. ഇദ്ദേഹം എന്ത് ജോലി ചെയ്തോ, എന്ത് കാര്യങ്ങൾ ചെയ്തോ, അതൊന്നും അവിടെ വിഷയമില്ല. ക്ലബിൽ റമ്മി കളിക്കാൻ പോയ ഗീതയെ വിളിച്ചുകൊണ്ട് വരിക എന്നുള്ള ഉത്തരവാദിത്വം രഘുവിന് തന്നെയാണ്. റമ്മി കളിയിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നല്ല മൂഡിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ അവിടെ വന്ന കുട്ടികളുമായിട്ട് വഴക്ക് കൂടുകയും ഭക്ഷണം കഴിക്കാതെ കിടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടാണ് രഘുവിന്റെ ഭാര്യയെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ നാഗരികതയുടെ ആ ഒരു ഉൽപ്പന്നമായിട്ടാണ്. സമ്പത്തിന്റെ മടിയിൽ വളർന്നതാണ് ഗീത എന്ന് പറയുന്ന കഥാപാത്രം. അവരുടെ അച്ഛനൊരു വലിയ ബിസിനസ്സുകാരനാണ്. ഗീതയുടെ മുതിർന്ന 2 സഹോദരിമാർ ഡൽഹിയിലാണ്. അവരുടെ ഭർത്താക്കന്മാർ ഡൽഹിയിലെ വലിയ ഉദ്യോഗസ്ഥന്മാരാണ്. ഗീതയുടെ ഒരു സഹോദരൻ, അദ്ദേഹം മദ്രാസാണ്. മദ്രാസിൽ പ്രഭാത ഭക്ഷണം, ബോംബെയിൽ ഉച്ചഭക്ഷണം, ഡൽഹിയിൽ രാത്രി ഭക്ഷണം, ആ രീതിയിൽ പറന്നു നടക്കുന്ന ഒരു വലിയ ബിസിനസ്സുകാരനാണ്. ഈ ഒരു വലിയ സമ്പത്തിന്റെ മടിയിൽ വളർന്ന ഗീതയ്ക്ക് രഘുവിന്റെ നാട്ടു ജീവിതവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല. ഒരിക്കൽ മാത്രമാണ് അവർ ശ്രാദ്ധത്തിന് നാട്ടിലേക്ക് വരുന്നത്. അത് പട്ടിക്കാടെന്നാണ് പറയുന്നത്. ഗീത പറയുന്നത് ആ പട്ടിക്കാട്ടിലെ വസ്തു വിൽക്കണം. എന്തിനാണ് ആ വസ്തു ഇട്ടിരിക്കുന്നത്? നിങ്ങളുടെ സഹോദരിമാർക്ക് ആദായം എടുക്കാൻ. രഘുവിന് 2 സഹോദരിമാർ, അമ്മുലുവും ലക്ഷ്മി. അമ്മുലുവിന്റെ ഒരൊറ്റ വാക്കിലാണ് രഘു വിദ്യാഭ്യാസം നേടുന്നത്. കോളേജ് വിദ്യാഭ്യാസത്തിന് പണമില്ല. വിശ്വനാഥ് അയ്യർക്കാണെങ്കിൽ മകനെ പഠിപ്പിക്കാനുള്ള ആ ഒരു സാധനമില്ല. ആ അവസരത്തിൽ അമ്മുലുവിനോട് എങ്ങനെയാണ് ഇവനെ പഠിപ്പിക്കുന്നത്? അമ്മുലു പറയും, നമുക്കെല്ലാവർക്കും കൂടെ ചെയ്യാം, നീ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അതെ, ഏൽക്കറേ. ആ ഒരൊറ്റ വാക്കിലാണ് രഘുവിന്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. ആ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ രഘു എല്ലാ കാലവും അമ്മുലുവിന് നൽകുന്നു. അങ്ങനെ തന്റെ മക്കളുടെ ജീവിതവും തന്റെ ജീവിതവും തമ്മിൽ കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഒരിക്കൽ നാട്ടിലേക്ക് പോകുമ്പോൾ രഘുവിന്റെ മകൻ അജയ്, സ്കൂൾ കുട്ടിയാണ്, നെൽപ്പാടം കാണുമ്പോൾ പറയുന്നുണ്ട്, വാട്ട് എ ലവ്ലി ലോൺ, എത്ര മനോഹരമായ ഒരു പുൽത്തകിടിയാണത്. രഘു പറയും, അത് പുൽത്തകിടിയല്ല മോനെ, അത് നെൽച്ചെടിയാണ്. അപ്പോഴാണ് പറയുന്നത്, ഓ അരിശിച്ചെടിയാണ്. അപ്പോൾ ഈ സ്വന്തം മകന് പോലും നെല്ലെന്താണ്, നെൽച്ചെടി എന്താണ് എന്ന് അറിഞ്ഞുകൂടാത്ത ആ ഒരു അവസ്ഥയിൽ തന്റെ ജീവിതം ഏത് വഴിക്കാണ് പോകുന്നത്. പക്ഷെ ഭാര്യയുമായിട്ടുള്ള ആ ഒരു കുടുംബജീവിതം സംഘർഷം നിറഞ്ഞതാണ്. ഇനി വീട് വിൽക്കാമെന്ന് തീരുമാനിക്കുന്നതിന്റെ ഘട്ടം തന്നെയാണ്. വസ്തുവല്ല വലുത്, മനസമാധാനമാണ് എന്നൊരു തിരിച്ചറിവിലാണ് രഘു വീട് വിൽക്കാനായിട്ട് വരുന്നത്. മകൾ ഒരു ദിവസം പറയും, മകളെ ആ ഒരു പച്ച ബാൻഡുള്ള ആ ഒരു ബുക്കിംഗ് എടുക്കൂ. അപ്പോൾ മകൾ ചോദിക്കുന്നുണ്ട്, റെഡ്. കുട്ടിക്ക് പച്ച എന്താണെന്ന് അറിയില്ല. ഇംഗ്ലീഷ് പഠിച്ചെങ്കിൽ ഇംഗ്ലീഷ് അറിയത്തുള്ളൂ.
തന്റെ വീട്ടിൽ തൊട്ടടുത്ത സ്കൂളുണ്ടെങ്കിലും ഗീത മക്കളെ ആ സ്കൂളിൽ അയക്കാൻ അവർ സമ്മതിക്കുന്നില്ല. 12 മൈൽ ദൂരെയുള്ള സ്കൂളിലാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ആ കുട്ടികളെ അയക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു പാരമ്പര്യവും ആധുനികതയും തമ്മിലുള്ള പാരമ്പര്യവും പുതിയ തലമുറയും തമ്മിലുള്ള സംഘർഷം അടിസ്ഥാനപരമായിട്ട് വരുന്നുണ്ട്. ഗീത ഈ പാരമ്പര്യത്തെ എതിർക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതിനെ അനുകൂലിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. രഘുവിന്റെ അമ്മ, അവർ രഘുവിന്റെ കൂടെ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. മക്കൾക്ക് കഥകൾ, പുരാണ കഥകൾ പറഞ്ഞു കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയും മകൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ മകൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം, പ്രത്യേകിച്ച് സാമ്പാറൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന അമ്മയാണ്. അമ്മ ഒരിക്കലും രഘുവിന്റെ ആഗ്രഹങ്ങൾക്ക് എതിര് പറയുന്നില്ല. വീട് വിൽക്കാനായിട്ട് നാട്ടിലേക്ക് പോകാനുള്ള തീരുമാനം പറയുമ്പോഴും അമ്മ എതിർത്തും പറയുന്നില്ല, അനുകൂലിച്ചും പറയുന്നില്ല. പക്ഷെ നാട്ടിൽ വരുമ്പോൾ എല്ലാവരും എതിർക്കുന്നു. അമ്മയിലൊക്കെ വളരെ ശക്തമായിട്ട് എതിർക്കുന്നു. 8ാമത്തെ വയസ്സിൽ ആ വീട്ടിൽ ആ തറവാട്ടിലേക്ക് വന്നതാണ്. ഗണപതി പാട്ടിയുടെയും ആ സ്ഥലത്തേക്ക് ഒരു വീട്ടുജോലിക്കാരെ പോലെ തന്നെയാണ് അമ്മൂല് വരുന്നത്. 8ാമത്തെ വയസ്സിൽ വരുന്നത്. അവിടെ വന്ന് ആ വലിയ ആ ഒരു മഠത്തിന്റെ ചായ്പിലാണ് അവർ താമസിക്കുന്നത്. പിന്നീട് ഇവരെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ജോലിക്ക് വേറെ ആളെ വെക്കേണ്ടതില്ല എന്ന് കരുതിയിട്ട് ഒരു കോവിലകത്തെ പാചകക്കാരനായിട്ടുള്ള മണിയനെ കൊണ്ട് കല്യാണം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അമ്മലുമാണ് പിന്നീട് അധ്വാനിച്ച് കുറേയധികം കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സ്ഥലമൊക്കെ വീണ്ടെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അമ്മല് പറയുന്നുണ്ട്, ഈ വീട് നിനക്ക് വിൽക്കണോ? 14ാമത്തെ വയസ്സ് മുതൽ നീ വളർന്ന വീടാണ്. 8ാമത്തെ വയസ്സ് മുതൽ ഞാൻ വളർന്ന വീടാണ്. നമ്മളുടെ അച്ഛൻ അവസാന കാലം ചെലവഴിച്ച വീടാണ്. ഗണപതി പാട്ട പണി കഴിപ്പിച്ച ഈ ഒരു വലിയ വീടാണ്. ഈ വീട് നിനക്ക് വിൽക്കണോ? ആ വീട് വിൽക്കാനാണോ ഞാൻ നിനക്ക് ഉപദേശം തരേണ്ടുന്നത്? രഘുവിനൊന്നും തീരുമാനിക്കാനായിട്ട് പറ്റുന്നില്ല. അമലുവിന്റെ ഭർത്താവും രഘുവിന്റെ അളിയനും പറയുന്നുണ്ട്, വീട് വിൽക്കുന്നതൊരു നല്ല കാര്യമാണ്, വീട് വിൽക്കണ്ട എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായവും. അതുപോലെ കുടുംബക്കാരനല്ലാത്ത രാഘവൻ കർത്താവ് പറയുന്നുണ്ട്, ഈ വീട് വിൽക്കണ്ട, എത്രയോ വർഷങ്ങളായിട്ട് മഠത്തിന്റെ കൈവശമുള്ള ഒരു ഭൂമിയാണത്, ആ ഭൂമി നിങ്ങൾ വിൽക്കണ്ട. കാര്യം നിങ്ങൾ ഈ നാട്ടിൽ വേണം, ഈ നാട്ടിൻപുറത്ത് നിങ്ങളെ ആവശ്യമുണ്ട്, ഇവിടെ ഒരു നല്ല റോഡില്ല, വൈദ്യുതി വല്ലപ്പോഴും ഒക്കെ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്ര ഉയർന്ന പദവിയിലിരിക്കുന്ന നിങ്ങൾ ഇത് വീടും കൂടെ വിറ്റ് അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിന്റെ അവസ്ഥ എന്താകും? അപ്പോൾ ഈ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന നിങ്ങൾക്ക് ഈ ഗ്രാമത്തിന് തിരിച്ചു നൽകാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഗ്രാമവുമായിട്ട് ബന്ധിക്കുന്ന ആ വേരുകൾ നിങ്ങൾ ഒരിക്കലും മുറിക്കരുത് എന്നാണ് ആ ഗ്രാമത്തിലെ ഓരോ ആൾക്കാരും രഘുവിനോട് പറയുന്നത്. കള്ളു കച്ചവടക്കാരനായിട്ടുള്ള ദേവസി ആ വീട് നോക്കാനായിട്ട് വന്നു. അതെല്ലാം നോക്കിക്കഴിഞ്ഞ് പോകുമ്പോൾ രഘു അവസാനം ആ പറമ്പിലൂടെ ഒക്കെ നടക്കുന്നു. ആ പറമ്പിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം തന്റെ അച്ഛനെ ദഹിപ്പിക്കാനായിട്ട് മുറിച്ച മാവിന്റെ ഒരു വേര് ആ കുറ്റി കാണുന്നുണ്ട്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ, പിന്നെ ഓർമ്മകളാണ് ഈ നോവല് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. അവിടെ രഘു എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് തന്റെ അച്ഛൻ തന്നെ പഠിപ്പിച്ചതെന്ന് ഓർക്കുന്നുണ്ട്. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നുണ്ട്, അച്ഛൻ മരിച്ചുപോയി എന്നുള്ള സ്വപ്നം. അറിയുന്നില്ല ഒരു കാര്യം, സുഖമില്ലാതെ കിടക്കുകയാണ്, ചികിത്സിക്കാൻ പണമില്ല, മകന്റെ പഠിത്തം മുടങ്ങരുത് എന്ന് എഴുതിയിട്ട് സ്വന്തം ചികിത്സ പോലും മാറ്റിവെച്ചൊരു അച്ഛനായിരുന്നു. പഠിത്തം മാത്രമാണ്, ബാക്കിയുള്ള കുട്ടികളൊക്കെ കളിക്കാൻ പോകുമ്പോൾ രഘുവിനെ കളിക്കാൻ വിടില്ല, വീട്ടിലിരുന്ന് പഠിക്കണം. ഒരു ബാറ്റ് വാങ്ങാനായിട്ട് ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ ബാറ്റ് കളിക്കുമ്പോൾ, ബാഡ്മിന്റൺ അത് കളിക്കുമ്പോൾ രഘുവിനും ആഗ്രഹമുണ്ട്. എങ്ങനെ ഒരു റുപ്യ അച്ഛന്റെ കയ്യിൽ നിന്ന് സംഘടിപ്പിച്ചൊരു ബാറ്റ് വാങ്ങുന്നുണ്ട്. അച്ഛൻ അറിയാതെയാണ്, അച്ഛൻ ഓഫീസിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ രഘു തിരിച്ചു വീട്ടിലേക്ക് എത്തും. പക്ഷെ പിന്നീട് ഒരു ദിവസം സുഹൃത്ത് ഈ ബാറ്റ് പൊട്ടിപ്പോയി, രഘു നിന്റെ ബാറ്റ് തരാനായിട്ട് വരുമ്പോഴാണ് അച്ഛൻ അറിയുന്നത് ബാറ്റ് വാങ്ങിച്ചു. ആ ബാറ്റ് അവിടെ വെച്ച് തല്ലി പൊട്ടിക്കില്ല. അന്നൊക്കെ അച്ഛനോട് വളരെ ദോഷം തോന്നിയെങ്കിലും പിൽക്കാലത്ത് തന്റെ ഉയർച്ചയിൽ ഇത്രമാത്രം പ്രാധാന്യം അച്ഛനുണ്ടായിരുന്നു എന്നൊരു തിരിച്ചറിവിലാണ് രഘു അവസാനിപ്പിക്കുന്നത്. ഈ വേരുകൾ, എന്റെ വേരുകൾ ഇവിടെ തന്നെയാണ്, ഈ വേരുകൾ ഞാൻ ഇവിടുന്ന് വിട്ടുപോകുന്നില്ല. അങ്ങനെ അദ്ദേഹം ആ തീരുമാനം മാറ്റുകയും തിരിച്ച് നഗരത്തിലേക്ക് വരികയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു വരുമ്പോഴേ ഡാഷ്ബോർഡ് തുറക്കുമ്പോൾ 2500 സ്ക്വയർ ഫീറ്റ് വീട് വെക്കുന്നതിന്റെ ആ രേഖാചിത്രം, ആ ബ്ലൂ പ്രിന്റ് അവിടെയുണ്ട്. ഇടത്തോട്ട് പോയാൽ തിരുവനന്തപുരത്തേക്ക് പോകാം, വലത്തോട്ട് പോയാൽ ചെറിയ ബജറ്റിന് വീട് വെച്ചു കൊടുക്കുന്ന ഒരു കോൺട്രാക്ടർ ഉണ്ട്. രഘു വലത്തേക്ക് കാർ തിരിച്ചു. അങ്ങനെയാണ് ആ നോവൽ അവസാനിക്കുന്നത്. വരികളെന്ന നോവല് അവിടെ എങ്ങനെ അവസാനിക്കുന്നു. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട നോവലാണ് യക്ഷി എന്ന് പറയുന്നത്. യക്ഷി ഉണ്ടാകാനിടയായ സാഹചര്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞു. കടമറ്റത്തിൽ അത്തനാർ എന്ന് പറയുന്ന നാടകം കാണാൻ പോയപ്പോൾ 2 സുഹൃത്തുക്കളുടെ സംഭാഷണത്തിൽ നിന്നാണ് ആ നോവൽ ഉണ്ടാകുന്നത്. യക്ഷി മലയാള മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള, വിഭ്രാത്മകമായിട്ട് സ്വാധീനിച്ചിട്ടുള്ള ഒരു മിത്താണ്. ലോകത്തെ പല സ്ഥലങ്ങളിലും ഇത്തരം കഥാപാത്രങ്ങളുണ്ടെങ്കിലും മലയാളത്തിലെ യക്ഷികൾക്ക് സൗന്ദര്യമുള്ള യക്ഷികൾ എപ്പോഴും മലയാളത്തിലാണ്. പുരുഷന്മാരെ രാത്രിയിൽ, നിലാവുള്ള രാത്രികളിലൊക്കെ
വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സൊക്കെ ആയിട്ട് അല്പം ചുണ്ണാമ്പ് ചോദിച്ചുകൊണ്ട് പാലപൂത്ത ഗന്ധമാണ്. പ്രണയം മാത്രമല്ല, രതിഭാവവും കൂടെ ഉള്ള ഒന്നാണ് യക്ഷി എന്ന് പറയുമ്പോൾ. അതൊരു ഒരു സ്വീറ്റ്, സെഡക്റ്റീവ് ആൻഡ് സെൻഷ്യസ്, സെർപ്പന്റൈനിങ് ബ്യൂട്ടിയാണ്, സർപ്പ സൗന്ദര്യമാണ്, അപകടകരമായ സൗന്ദര്യമാണ് യക്ഷിയുടേത്. അതിന്റെ ആ ഒരു സ്വാധീനത്തിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നീട് മുക്തരാകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ആ കള്ളിപ്പാലകൾ പൂക്കുന്ന, അതിന്റെ പൂവണം പരത്തുന്ന ആ നാട്ടിടവഴികളിൽ യക്ഷികളെ കണ്ടു നടന്ന ആ ഒരു തലമുറയിൽ മലയാളിയുടെ നോവൽ സങ്കല്പത്തിൽ അതുവരെ ഇല്ലാതിരുന്ന ഒരു അനുഭവമാണ് മലയാറ്റൂരുടെ യക്ഷി എന്ന നോവല് നമുക്ക് നൽകുന്നത്. ഒരു കെമിസ്ട്രി പ്രൊഫസറുടെ കഥയാണ്. ശ്രീനിവാസൻ എന്ന കെമിസ്ട്രി പ്രൊഫസറുടെ ജീവിതത്തിന്റെ കഥകളാണ്. തന്റെ ഭാര്യ യക്ഷിയായാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് ഈ നോവൽ ഉണ്ടായത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ശ്രീനിവാസൻ കോളേജിലെ സുന്ദരനാണ്, സുമുഖനാണ്, ടെന്നീസ് കളിക്കാരനാണ്. അദ്ദേഹത്തിന് ആ കോളേജിൽ ഒരു കാമുകിയുണ്ട്, വിജയലക്ഷ്മി, ലിറ്ററേച്ചർ ഓണേഴ്സിന് പഠിക്കുന്ന കാമുകിയാണ്. ഇവർ തമ്മിലുള്ള പ്രണയം മറ്റാർക്കും അറിയില്ല. ഉച്ച കഴിഞ്ഞ് ഓണേഴ്സിന് ക്ലാസ് ഉണ്ടാവില്ല. ശ്രീനിവാസന്റെ ലൈബ്രറിയുടെ തൊട്ടടുത്ത് തന്നെയാണ് റീഡിംഗ് റൂം. അവിടെ വന്ന് ആംഗ്യ ഭാഷയിലൂടെ ഒക്കെ അവരുടെ പ്രണയം മുമ്പോട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് അദ്ദേഹം കുട്ടികളുമായിട്ട് ടൂർ പോകുന്നുണ്ട്, കുളത്തുപുഴ കാടുകളിലേക്ക് ടൂർ പോകുന്നുണ്ട്. അവിടെ പോകുമ്പോൾ ഇദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ട്. വനജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഇദ്ദേഹത്തോട് വല്ലാത്തൊരു അഭിനിവേശമാണ്. ഇവരോടെ കോളേജിൽ ടൂർ പോകുമ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് കൈ കഴുകാൻ പോകുമ്പോൾ നോവലിസ്റ്റ് പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്, ആ ഒരു അരുവി ഒലിച്ചിറങ്ങുന്ന ആ ഒരു സ്ഥലത്ത് ഒരു പാറയിൽ ചാരി വശ്യമായ മന്ദഹാസത്തോടെ വനജ കിടന്നു. അവളുടെ സാരി മുട്ടുവരെ പൊക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ കൈ കഴുകാൻ ശ്രീനിവാസൻ തിരിച്ചു പോരാൻ ഭാഗ്യം പറഞ്ഞു. അവളെ കാലിട്ടടിച്ച് വെള്ളം തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരന് തിരിച്ചു പോരാൻ നേരത്ത് പറഞ്ഞു, സാറ് പോകണ്ട, ഞാൻ വെള്ളം തെറിപ്പിക്കില്ല. എന്നിട്ട് ഇദ്ദേഹത്തെ നോക്കിയിട്ട് ഒരു വല്ലാത്തൊരു ചിരി ചിരിക്കുന്നു. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഞാനൊരു അധ്യാപകനല്ലേ, ഇങ്ങനെയൊക്കെയാണ് ഈ കുട്ടികളെ പെരുമാറേണ്ടത്? കുറച്ചുകൂടി കുറച്ചുകൂടി മാന്യമായ രീതിയിൽ, കുറച്ചുകൂടി സംസ്കാരമുള്ള രീതിയിലല്ലേ ഈ പെൺകുട്ടികളെ പെരുമാറേണ്ടത്? അത് കഴിഞ്ഞ് തിരിച്ച് ബസ്സിലേക്ക് കയറാൻ പോകുമ്പോൾ ഈ വനജ ഈശ്വരണിയുടെ മുതുകത്തൊക്കെ ഒന്ന് നുള്ളുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് ഇയാളോട് വല്ലാത്തൊരു അഭിനിവേശമുണ്ട്. പക്ഷെ ശ്രീനിവാസന്റെ സങ്കല്പത്തിലുള്ള സ്ത്രീ അങ്ങനെയുള്ളതായിരുന്നില്ല. വിജയലക്ഷ്മി ആയിരുന്നു അദ്ദേഹത്തിന്റെ മാതൃക കാമുകി, അല്ലെങ്കിൽ മാതൃകാ സ്ത്രീ സങ്കല്പത്തിന്റെ ഉദാഹരണം വിജയലക്ഷ്മി ആയിരുന്നു. കോളേജ് ബ്യൂട്ടിയാണ്. ഈ പറയുന്നത് പോലെയുള്ള ചാബല്യങ്ങളൊന്നുമില്ല. അവര് കൈകോർത്ത് പിടിച്ച് 1-2 തവണ നടന്നിട്ടുണ്ട്. 2 തവണ ശ്രീനിവാസൻ വിജയലക്ഷ്മിയെ ചുംബിച്ചിട്ടുമുണ്ട്. പക്ഷെ ആ ഒരു പ്രതിമ പോലെ ആ ചുംബനം ഏറ്റുവാങ്ങിയെന്നാണ് നോവലിസ്റ്റ് എഴുതുന്നത്. ആ ചുംബനം അവളിൽ പ്രത്യേകിച്ച് ഒരു വലിയ വികാരമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. ഈ സമയത്താണ് ലാബിൽ വെച്ചൊരു വലിയ അപകടം നടന്ന് ആസിഡ് പൊട്ടിത്തെറിച്ച് ശ്രീനിവാസന്റെ ഒരു മുഖത്തിന്റെ പകുതി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. കവിളിലെ മാംസമെല്ലാം പോകുന്നു. ഒരു കണ്ണിന്റെ കാഴ്ച ഇല്ലാതാക്കുന്നുണ്ട്. മൂക്കിൽ നിന്നൊക്കെ രൂപഭേദം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആ സമയത്ത് പിന്നീട് ആ ബാൻഡേജൊക്കെ അടിച്ച് അദ്ദേഹം തിരിച്ചിറങ്ങി കണ്ണാടിയിൽ മുഖം നോക്കുന്ന ആ സമയത്താണ് ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിയും തന്നെ നോക്കില്ല, ഒരു പെൺകുട്ടി തന്നെ സ്നേഹത്തോടെ നോക്കില്ല എന്ന്. കാര്യം അത്രയും വിരൂപമായിട്ടുള്ള ഒന്നാണ്. കാരണം അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയുന്നത് കോളേജിൽ പിന്നീട് അദ്ദേഹം വിജയലക്ഷ്മിയെ കാണാൻ പോകുന്നുണ്ട്. ആ കോളേജിൽ മാവിൻ ചുവട്ടിൽ വിജയലക്ഷ്മിയെ കാത്തു നിൽക്കുമ്പോൾ ഇദ്ദേഹം വിജയലക്ഷ്മി എന്ന് വിളിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ മുഖം കണ്ടിട്ട് അവര് പോകുന്നുണ്ട്, വഴിമാറി പോകുന്നു. അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മാംസനിബദ്ധമാണ് രാഗം, മാംസനിബദ്ധമല്ല രാഗം എന്നുള്ള 2 കാര്യങ്ങളുടെ സംഘർഷം വരുന്ന അവിടെയാണ്. ഈ നോവലിന്റെ പേര് മുഖം എന്നായിരുന്നു. എന്റെ മുഖം എന്നാണ് ആദ്യത്തെ അധ്യായത്തിന്റെ പേര്. ഈ നോവൽ വായിച്ചിട്ട് വയലാർ രാമവർമ്മയാണ് അത് മുഖം വെട്ടിയിട്ട് യക്ഷി എന്ന പേര് കൊടുക്കുന്നത്. അങ്ങനെ തന്റെ ആത്മാർത്ഥ പ്രണനിയായിരുന്ന വിജയലക്ഷ്മി തന്നെ നോക്കാതെ പോകുമ്പോൾ അദ്ദേഹത്തിന് അതൊരു വലിയ ആഘാതമായിട്ട് മാറുന്നു. അത് മാത്രമല്ല, പിന്നീട് പുറകെ ഇറങ്ങി വരുന്ന വനജയാണ്. ഒരിക്കൽ തന്റെ സ്നേഹം നിഷേധിച്ച ആ മനുഷ്യൻ ഇപ്പോൾ എല്ലാവരാലും വെറുക്കപ്പെട്ട് ആ മുഖസൗന്ദര്യം എല്ലാം നഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത ഒരു എന്താ പറയുക, ആ ഒരു പ്രതികാരം, പക വീട്ടാനുള്ളതാണ്. അവൾ അടുത്ത് കൊണ്ട് നോക്കിയിട്ട് കണ്ടാൽ പേടിയാകും. ഇത് 2 കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കിനും ശ്രീനിവാസന്റെ ആ ഒരു ആത്മബലമെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഭൗതികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അവസ്ഥയിലേക്ക് അത് ബാധിക്കുന്നു. അങ്ങനെ എല്ലാവരാലും ഒറ്റപ്പെട്ട് പിന്നീട് അദ്ദേഹം യക്ഷികളെ പറ്റി ഗവേഷണം ചെയ്യാനായിട്ട് പോകും. ആ സമയത്ത് ആ ഗവേഷണത്തിന്റെ ആ ഒരു സമയത്തൊക്കെ ഒരു രാത്രി അദ്ദേഹത്തിന് അദമ്യമായ ഒരു മാംസദാഹം ഉണ്ടാകും.
വനജ തന്നെ വെറുപ്പോടെ കാണുന്നുണ്ട്. വിജയലക്ഷ്മി തന്നെ ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. പക്ഷെ താനൊരു പുരുഷനാണ്, ആ ഒരു പുരുഷത്വം തെളിയിക്കേണ്ടത് തന്റെ കടമയാണ്. അവിടെയുള്ള ഒരു ഗണികാഗ്രഹത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഒരു കിഴവനും കിഴവയുമാണുള്ളത്. മണ്ണെണ്ണവിളക്കത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം ആ ഒരു ഏജന്റ് അവിടെ കൊണ്ടു കൊടുക്കുന്നുണ്ട്, ഇയാളെ അവിടെ ഏൽപ്പിക്കുന്നുണ്ട്. ആ രാത്രിയിൽ അദ്ദേഹത്തിന് ഒരു സ്ത്രീ ശരീരം വേണം. ഇദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, അയ്യോ ഒരാഴ്ച നിൽക്കാൻ കൊണ്ടുവന്ന പെൺകുട്ടിയാണ്, നിങ്ങളുടെ മുഖം കണ്ടുകൊണ്ട് ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് വരില്ല. അദ്ദേഹം പറഞ്ഞു, പറ്റില്ല, എനിക്കത് ആവശ്യം തന്നെയാണ്. അപ്പോൾ എല്ലാത്തിനേക്കാളും കൂടുതലായിട്ട് പൈസ കൊടുത്ത് മുറിയിലോട്ട് കയറുന്നുണ്ട്. ആ പെൺകുട്ടിയെ ചുംബിക്കുന്നുണ്ട്. എന്തോ അവരുടെ പൊടിയിലെ ചീവയ്ക്കാപ്പൊടിയുടെ ഗന്ധം വലിയ താല്പര്യത്തോടെ രതിഭാവത്തോടെ കയറിയ ശ്രീനിവാസൻ ആ പെൺകുട്ടിയെ കെട്ടിപ്പിടിക്കും. പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു കിതപ്പാണ്. ആ ശരീരത്തോട് താല്പര്യമില്ലാതെ വരികയും പെട്ടെന്ന് അദ്ദേഹം ആ മുറിയിൽ തിരിച്ചിറങ്ങി പോവുകയും ചെയ്യുന്നു. തന്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെടാതെ തിരിച്ചിറങ്ങി എന്ന് ശ്രീനിവാസൻ ആശ്വസിക്കുന്നുണ്ട്. ഇവിടെ മുതലാണ് അദ്ദേഹത്തിന്റെ ആ ഒരു മാനസിക പ്രശ്നം കുറച്ചുകൂടി സങ്കീർണമായ ഒരു തലത്തിലേക്ക് മാറുന്നത്. അങ്ങനെ കോളേജിൽ എക്സിബിഷൻ വരുന്നു. താൻ ഒരിക്കലും അങ്ങനെ പരാജയപ്പെട്ടുവെങ്കിലും അദ്ദേഹം അത് അംഗീകരിക്കാൻ തയ്യാറാകത്തില്ല. ഒരു പുരുഷന് തന്റെ പുരുഷത്വം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ ഒരു ദുരന്തമില്ലല്ലോ. അത് അംഗീകരിക്കാൻ അയാൾ ശ്രീനി തയ്യാറാകുന്നില്ല. അദ്ദേഹം പതിവുപോലെ കോളേജിൽ പോകുന്നുണ്ട്. കോളേജ് ലാബിൽ ഒരു എക്സിബിഷൻ വരുന്നുണ്ട് കോളേജിന്റെ. അതിൽ അദ്ദേഹം ഒരു കെമിസ്ട്രി ലാബിൽ യക്ഷിയുടെ രക്തപാനം എന്ന് പറഞ്ഞൊരു പരീക്ഷണം ചെയ്യുന്നുണ്ട്. നാവ് നീട്ടിയിരിക്കുന്ന ഒരു സുന്ദരി, ചോരച്ച നാവാണ്. അതിലേക്കൊരു ദ്രാവകം, ചുവന്ന ദ്രാവകം ആയിഷയുടെ നാവിലേക്ക് വീഴുന്നു. അതോടുകൂടി അത് നിറമില്ലാത്ത ദ്രാവകമായിട്ട് മാറുന്നു. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന ആ സമയത്താണ് രാത്രി അദ്ദേഹം നടന്നു പോകുമ്പോൾ പുറകിൽ നിന്നൊരു വിളി, ഒരു പെൺകുട്ടി വിളിക്കുന്നു. ശ്രീനി അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. എന്റെ മുത്തശ്ശി ഞാൻ ഒരുമിച്ചാണ് വന്നത്, മുത്തശ്ശിക്ക് നേരത്തെ പോകേണ്ടിയിരിക്കുന്നു, എന്നെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് കൊണ്ടുപോകുമെന്ന് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. അവരുടെ പേര് രാഗിണി എന്നാണ്. അങ്ങനെ കാറിൽ കയറി അദ്ദേഹം അവരെ വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്. ആ രാത്രിയിൽ അപരിചിതനായിട്ടുള്ള ഒരു യുവാവിനോടൊപ്പം കാറിൽ കയറുന്നതിന് രാഗിണിക്ക് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അവരെല്ലാം വീട്ടിൽ കയറുന്നുണ്ട്, വളരെ സ്വാതന്ത്ര്യത്തോടെ ഇടപെടുന്നുണ്ട്. പിന്നീട് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടുന്നുണ്ട്. പിന്നീട് ഒരിക്കൽ ശ്രീനി സിനിമ കാണാൻ പോകുമ്പോൾ തിയേറ്ററിൽ രാഗിണിയെ കാണുന്നു. അന്നും അവരൊറ്റയ്ക്കാണ്. അവർ പറയുന്നു, ഞാൻ ആ കൽമണ്ഡലത്തിന് അപ്പുറത്തുള്ള ആ വീട്ടിലാണ് താമസിക്കുന്നത്, അങ്ങോട്ട് വരൂ ശ്രീനി ഒരിക്കൽ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു രാത്രി ശ്രീനി രാഗിണിയെ കാണാനായിട്ട് അവിടെ പോകുന്നുണ്ട്. പക്ഷെ ആ വീട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നല്ല കാറ്റുള്ള ഒരു രാത്രിയായിരുന്നു അത്. അദ്ദേഹം ആ കൽമണ്ഡപത്തിൽ കിടന്നുറങ്ങുന്നുണ്ട്. രാവിലെ ആകുമ്പോൾ ഒരു കുടം പൂവുണ്ട്, ഒരു പാലപ്പൂവുണ്ട്. അപ്പൊ അവിടെ അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട്. ആ വാഴത്തോട്ടത്തിന് അപ്പുറത്തൊരു വീടുണ്ടല്ലോ. തന്റെ കോളേജിൽ ഒരു പ്യൂൺ അതുവഴി വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സ്ത്രീ, സുന്ദരിയായ ഒരു പെൺകുട്ടിയും അവരുടെ അമ്മ, ഇല്ല സാറേ ഇവിടെ അങ്ങനെ ആരും താമസിക്കുന്നില്ല, അവര് 3-4 മാസം മുമ്പ് ആൾക്കാരുണ്ടായിരുന്നു, അവര് വിട്ടുപോയി, ഇപ്പോൾ ആ വീട് ഒഴിഞ്ഞു കിടക്കുകയാണ്. അച്ഛനുടെ മനസ്സിൽ ആ ഒരു സംഘർഷം വരുന്നുണ്ട്. പിന്നെയും രാഗിണിയെ കാണുന്നു. അവര് വീട്ടിലേക്ക് വരുന്നു. അതിസുന്ദരിയാണ്. നേരത്തെ സാറ് ആ സിനിമയുടെ കാര്യം പറഞ്ഞു. സിനിമ കണ്ട് സാറിന് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. അതേ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. കാരണം രാഗിണി അവതരിപ്പിച്ചത് ശാരദയാണ്. ശാരദ സുന്ദരിയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ശാരദ ഒരു ശാലീന സൗന്ദര്യമാണ്. നമ്മുടെ സങ്കല്പത്തിലൊക്കെ ഉള്ള ഒരു ശാലീന സുന്ദരിയാണ്. ഈ യക്ഷിയെ പോലെയുള്ള ഒരു സെഡക്റ്റീവ് ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു സർപ്പന്റൈൻ ബ്യൂട്ടി എന്ന് പറയുന്നത് ശാരദയ്ക്ക് പറ്റിയ ഒരു വേഷമായിരുന്നില്ല. കുറച്ചുകൂടി നാടകത്വമുള്ളൊരു ഭാവമാണ് ആ കഥ ആവശ്യപ്പെടുന്ന ആ ഒരു കഥാപാത്രം. അപ്പൊ ആ ഒരു കാസ്റ്റിംഗില് അല്പം തെറ്റിപ്പോയി എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. മാത്രമല്ല നോവലിന്റെ ആ ഒരു ആശയം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടൊന്നുമല്ല ആ ഒരു സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. നോവൽ തന്നെയാണ്, വളരെ മികച്ച നോവൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ ശ്രീനി രാഗിണിയുമായിട്ട് വീട്ടിൽ വരുന്നുണ്ട്. അവിടെ വരുമ്പോൾ പാല പൂക്കുന്നുണ്ട്. അതുവരെ പൂക്കാത്ത പാലയാണ്. ആ പാല പൂക്കുന്നുണ്ട്. ആ പാലപ്പൂവിന്റെ ഗന്ധം. അതുപോലെ ഇവളെ കാണുമ്പോൾ, രാഗിണിയെ കാണുമ്പോൾ തൊട്ടടുത്തുള്ള അയൽക്കാരൻ അനന്തന്റെ വീട്ടിലെ 2 പട്ടികൾ, ബ്രൂണോയും ജൂലിയും, പട്ടികൾ വല്ലാതെ കുരയ്ക്കുന്നുണ്ട്. പട്ടികൾക്ക് വിരയുടെ അസുഖമാണ്, പട്ടികൾ കുരയ്ക്കുന്നുണ്ട്. ഇതൊക്കെ അപ്പോൾ ശ്രീനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. അപ്പോഴും രാഗിണി വരുമ്പോഴും വിവാഹത്തിന് മുമ്പ് തന്റെ വീട്ടിൽ വരുമ്പോൾ അവരെ ആലിംഗനം ചെയ്യുന്നുണ്ട്, കിടക്കയിലേക്ക് കൊണ്ടിരുന്നു. അപ്പോഴും ശ്രീനി പരാജയപ്പെട്ട് മാറുകയാണ്. രാഗിണിക്കും അതൊരു വലിയ ഷോക്കായിരുന്നു. എന്നാലും പിന്നീട് അവർ വിവാഹം കഴിക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് ഹണിമൂണിന് വേണ്ടി കന്യാകുമാരി പോകുന്നു. അവിടെ ഹോട്ടൽ മുറിയിൽ വെച്ചും അദ്ദേഹത്തിന്റെ ആ ഒരു പുരുഷത്വം
ഉണരുന്നില്ല, അദ്ദേഹത്തിന് അത് സംഭവിക്കാൻ സാധ്യതയില്ല. കടൽ തീരത്ത് പോയിരിക്കുന്നുണ്ട്, അവിടെ അദ്ദേഹം ഒന്ന് വീഴുന്നു. അപ്പൊ കടവായിൽ നിന്ന് ചെറുതായിട്ട് ചോര ഒലിച്ചിറങ്ങുന്നുണ്ട്. ഉണരുമ്പോൾ കാണുന്നത് വായിൽ ചോരയാണ്. അപ്പൊ യക്ഷിയാണ് ശ്രീനി തൻ്റെ കൂടെ ഉള്ളത് എന്നുള്ള ഒരു അബോധ മനസ്സിൽ ആ ഒരു കാര്യം വരികയാണ്. ആ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് കാര്യം തനിക്ക് അല്ലെങ്കിൽ ആ ശരീരവുമായിട്ട്, ആ സ്ത്രീയുടെ ശരീരം ആസ്വദിക്കാൻ പറ്റാത്തതിന്റെ കാരണം യക്ഷികളുമായിട്ട് മനുഷ്യർക്ക് ശാരീരിക ബന്ധം പാടില്ല എന്നുള്ളത്. യക്ഷികളെ പറ്റിയുള്ള ഗവേഷണം, താളിയോല ഗ്രന്ഥങ്ങൾ അതിലേക്കാണ്. ഒരു ശാസ്ത്രജ്ഞനായ രസതന്ത്രം പഠിപ്പിക്കുന്ന ശ്രീനിവാസൻ യക്ഷിയിലേക്ക് ഇങ്ങനെ പോകുന്നത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെ കളിയാക്കെങ്കിലും അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല, ഞാൻ അതിനെ ശാസ്ത്രീയമായ രീതിയിലേക്ക് അന്വേഷിക്കുക എന്നുള്ളതാണ്. തിരിച്ച് ഹോട്ടൽ മുറിയിലേക്ക് വരുന്നു. വീണ്ടും 1-2 തവണ ശ്രീനി ശാരീരിക വീഴ്ചയിൽ പരാജയപ്പെടുന്നുണ്ട്. രാഗിണിക്കും അത് ബുദ്ധിമുട്ടാണ്, പക്ഷെ അവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ പിന്നീട് ഈ സംഘർഷങ്ങൾ രൂക്ഷമാവുകയും രാഗിണി ഒരു യക്ഷിയാണെന്നുള്ള വിശ്വാസത്തിൽ തന്നെ ശ്രീനിവാസൻ അവരോട് പെരുമാറുകയും ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ വഴക്കിട്ട് അവരുടെ മുടിയെല്ലാം കൂടെ ചുറ്റിപ്പിടിച്ച് ഭിത്തിയിലേക്ക് അടിക്കുന്നുണ്ട്. ആ ചോര ഇറങ്ങി വരുന്നു. അയലത്തെ വീട്ടിലെ ആൾക്കാർ വന്നു. അനന്തന്റെ ഭാര്യ കല്യാണിക്കുട്ടി, അവർ 40ാമത്തെ വയസ്സിൽ ഗർഭിണിയാകുന്നുണ്ട്. അപ്പൊ ശ്രീനി പറയുന്നുണ്ട്, നീ യക്ഷിയാണ്, ആ ഭ്രൂണം കഴിക്കാൻ വേണ്ടിയാണ് നീ ജീവിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അസ്വാഭാവികമായിട്ട് അവരുടെ ഒരു ഗർഭം അലസിപ്പോവുകയും ചെയ്യുന്നു. 2 പട്ടികളും മരിക്കുന്നു. അങ്ങനെ തൻ്റെ കൂടെ ഉള്ളത് യക്ഷിയാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ശ്രീനി പിന്നീട് പറയുന്നുണ്ട്, അവൾ പുകച്ചുരുളുകളായി അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു എന്ന് പറഞ്ഞാൽ അവരെ കൊന്നു, കൂട്ടിയിട്ട് കത്തിച്ചു. ഈ നോവല് ബോധധാര സമ്പ്രദായത്തിലാണ്, സ്ട്രീം ഓഫ് കോൺഷ്യസ് ടെക്നിക്കിലാണ് പറയുന്നത്. ഒരു ഭ്രാന്താശുപത്രിയിൽ ഇരുന്ന് ശ്രീനിവാസൻ പറയുന്ന ഓർമ്മകളായിട്ടാണ് ഈ കഥയെല്ലാം വരുന്നത്. അങ്ങനെ യക്ഷിയായ തൻ്റെ കൂടെ താമസിക്കുന്ന ആ സ്ത്രീ യക്ഷിയാണെന്നുള്ള രീതിയിലേക്ക് അവരെ കൊന്ന് അവരെ കത്തിച്ചു കളഞ്ഞ് അല്ലെങ്കിൽ ആസിഡിൽ കലക്കുകയോ എങ്ങനെയൊക്കെയോ അവർ അന്തരീക്ഷത്തിൽ പുകച്ചുരുളുകളായിട്ട് വിലയം പ്രാപിക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് നോവൽ അവസാനിക്കുന്നത്. പിന്നീട് കോടതിയിൽ ഇവരെ ശ്രീനിവാസനെ ശിക്ഷിക്കണ വേണ്ട എന്ന് പറയുമ്പോൾ അവിടുന്ന് ഒരു ശിക്ഷിക്കണ്ട എന്ന് പറഞ്ഞൊരു കൈ ഉയരുന്നു. ആ കൈ രാഗിണിയുടേതായിരുന്നു. ഈ നോവലിനെ നമ്മൾ മനഃശാസ്ത്രപരമായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ ശ്രീനിയുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകുന്നു. ശ്രീനിയുടെ സങ്കല്പത്തിലെ സ്ത്രീ അടക്കോ ഒതുക്കമുള്ള കുടുംബിനിയാണ്, കുലസ്ത്രീയാണ്. രാഗിണിയെ പോലെ ഒരു സ്വതന്ത്ര സ്ത്രീ. രാത്രി ഒറ്റയ്ക്ക് അവർ നടക്കുന്നു, സ്വതന്ത്രയായിട്ട് നടക്കുന്നു, ഒറ്റയ്ക്ക് സിനിമ കാണാൻ വരുന്നു. അപ്പൊ സ്വതന്ത്രമായ ഒരു സ്ത്രീയോടുള്ള പുരുഷന്റെ ഭയം ഒരു ഭാഗത്ത്, മറ്റൊന്ന് ഫെമിനിൻ സെക്ഷുവാലിറ്റിയാണ്, സ്ത്രീ ലൈംഗികതയാണ്. മഹാഭാരതത്തിലെ യക്ഷനോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നോ ഈ ലൈംഗികതയിൽ കൂടുതൽ ആ ഒരു സുഖം ലഭിക്കുന്നത് സ്ത്രീക്കാണോ പുരുഷനാണോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ് തന്നെ. ഇവിടെയും ആ ഒരു പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ നോവലിനെ വിശകലനം ചെയ്യുമ്പോൾ, ഈ 2 കഥാപാത്രങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ രാഗിണി പലപ്പോഴും മുൻകൈ എടുക്കുന്നുണ്ട്, ശ്രീനിവാസൻ അതിൽ പരാജയപ്പെടുന്നുണ്ട്. ഈ ഒരു പരാജയം, ആ ഒരു സെക്ഷൽ ഇമ്പോർട്ടൻസ്, ആ ഒരു വയലന്റായ രീതിയിലാണ് ശ്രീനിവാസൻ പ്രതികരിക്കുന്നത്. അതിനെ സാധൂകരിക്കുന്ന ആ ഒരു ഘട്ടം നോവലിൽ ശ്രീനിവാസൻ കാണുന്ന ഒരു സ്വപ്നത്തെ പറ്റി പറയുന്നുണ്ട്. തന്നൊരു പടവുകൾ ഇങ്ങനെ കയറുകയാണ്, ആകാശത്തേക്കുള്ള പടവുകൾ കയറുകയാണ്. ഓരോ പടവിന്റെയും 2 സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ, സാലഭഞ്ജികമാർ, അതേപോലെയുള്ള സാലഭഞ്ജിക മനപ്പാവയാണ് ഇവിടെ, അതല്ല, ആ സ്ത്രീകൾ താലവുമായിട്ട് നിൽക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ പുറകെ വരുന്നു. ഓടി 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 ഈ പടവുകൾ കയറി ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു കിടക്കയിൽ ഒരു മദാലസ സുന്ദരി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ കിടക്കയിലേക്ക് താൻ ഇരിക്കുന്നു. അവർ തിരിഞ്ഞു നോക്കുന്നു. പെട്ടെന്ന് ആ പടികൾ ഇറങ്ങി താൻ താഴേക്ക് വീഴുന്നുണ്ട്. ഈ സ്വപ്നം ഇങ്ങനെ ആവർത്തിക്കുകയാണ്. രാഗിണി വിവാഹം കെട്ടിയതിനു ശേഷവും ഈ സ്വപ്നം ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ ആ സ്വപ്നത്തിൽ മുകളിൽ കയറി ചെല്ലുമ്പോൾ അവിടെ കിടക്കുന്ന സ്ത്രീ രാഗിണിയുടെ രൂപമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു സെക്ഷൽ ഇമ്പോർട്ടൻസിന്റെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ടാണ് അദ്ദേഹം നോവലിസ്റ്റ് അതിനെ, അല്ലെങ്കിൽ നമ്മൾ അതിനെ അങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നീട് യക്ഷിയെ തലയിൽ ആണിയടിച്ച്, കാഞ്ഞിര മരത്തിൽ ആണിയടിച്ച് നിൽക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. സ്ത്രീ ലൈംഗികതയോടുള്ള പുരുഷന്റെ ഭയം തന്നെയാണ്. ദേവിയായിട്ടും ദേവതയായിട്ടും ഒക്കെ സങ്കല്പിച്ച് ഉയർന്ന രീതിയിൽ പ്രതിഷ്ഠിക്കുന്ന സ്ത്രീ സങ്കല്പങ്ങളുണ്ട്. അതിന് വഴങ്ങാത്തവരെയാണ്. നിയന്ത്രണത്തിന്റെ ഏറ്റവും വലിയ, സ്ത്രീയെ നിയന്ത്രിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ടാണ് ഈ സങ്കല്പത്തിൽ ഈ തലയിൽ ആണിയടിച്ച് ഒരിടത്ത് പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത്. ആ രീതിയിലും അവരെ പരാജയപ്പെടുത്തും. പക്ഷെ ഒരിക്കലും തന്റെ പരാജയം അല്ലെങ്കിൽ തന്റെ ആ ഒരു കഴിവില്ലായ്മ അംഗീകരിക്കാൻ ഒരു പുരുഷനും ആ ഒരു തയ്യാറാകുന്നില്ല.
ആ ഒരു കഴിവില്ലായ്മയാണ് പിന്നീട് അത് മറ്റൊരു രീതിയിലേക്ക് പുറത്തേക്ക് വരുമ്പോൾ സ്ത്രീകളോടുള്ള, പ്രത്യേകിച്ച് തൻ്റെ കൂടെയുള്ള ഈ അതിസുന്ദരിയായിട്ടുള്ള ആ ഒരു സ്ത്രീയോട്. രാഗിണിയുടെ കഥയും വ്യത്യസ്തമായിട്ടുള്ള ഒന്നായിരുന്നു. കാര്യം അവരെയും അവരുടെ ഭർത്താവ്, ആദ്യ ഭർത്താവ് ഒരു പട്ടാളക്കാരനാണ്, അതിസുന്ദരിയാണ്. അദ്ദേഹം വിവാഹം കഴിച്ചതിന് ശേഷം പട്ടാളത്തിൽ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ നാട്ടുപുറത്തെ ആൾക്കാർ സ്വാഭാവികമായിട്ടൊരു സുന്ദരി ഒറ്റയ്ക്കുള്ളപ്പോൾ അവളെ സമീപിച്ചിരിക്കാം. രാഗിണി വഴങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വഴങ്ങാത്ത സ്ത്രീകളെ പറ്റി അപവാദം പറയുന്ന ആ ഒരു രീതികൾ. അപ്പോൾ ചിന്താവിഷ്ടയായ സീതയിലും പുരവാസികളുടെ ആ ഒരു പരാതി പറച്ചിലാണല്ലോ ആ ഒരു പ്രശ്നം പ്രധാനമായിട്ട് വരുന്നത്. അവരുടെ അസൂയയിൽ നിന്നുണ്ടാകുന്ന ആ ഒരു കുശുമ്പിൽ നിന്നുണ്ടാകുന്ന അപവാദ പറച്ചിലാണ് തന്നെ പുറത്താക്കാനുള്ള ഒരു കാരണമെന്ന് സീത പറയുന്നു. അതുപോലെ സുന്ദരിയായിട്ടുള്ള ആ ഒരു സ്ത്രീയുടെ ഒറ്റയ്ക്കുള്ള താമസത്തെ അംഗീകരിക്കാൻ പറ്റാത്ത പുരുഷ സമൂഹത്തിന്റെ ആ ഒരു പ്രശ്നവും സ്ത്രീ ലൈംഗികതയോടുള്ള അല്ലെങ്കിൽ തുറന്ന ലൈംഗികതയോടുള്ള പുരുഷന്റെ ആ ഒരു ഭയവുമാണ് രാഗിണിയെ യക്ഷിയായിട്ട് കാണുന്നതിൽ ശ്രീനിവാസന് സംഭവിച്ചിട്ടുള്ളതെന്നും മനഃശാസ്ത്രപരമായ രീതിയിൽ ആ നോവലിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട നോവല് യന്ത്രമാണ്. ആ യന്ത്രം എന്ന നോവലിനെ പറ്റി പറയുമ്പോൾ മലയാറ്റൂരിന്റെ ആത്മകഥാംശം ഏറ്റവും കൂടുതലുള്ള ഒന്ന് തന്നെയാണ്. IASകാരുടെ ജീവിതത്തെ പറ്റി വളരെ കൂടുതലായിട്ടൊന്നും നമുക്ക് അറിയുന്നില്ല. ഭരണയന്ത്രത്തെ പറ്റി കഥകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ ആമുഖക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഭരണത്തിന്റെ തലപ്പാവ് ഞാൻ ആദ്യമായിട്ട് അഴിക്കുകയാണ്. എൻ്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ കളിയാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാനിത് എഴുതുന്നത്. ചില കാര്യങ്ങൾ വേദങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ധർമ്മസങ്കടങ്ങളുടെ കഥകൾ കൂടി എനിക്ക് നിങ്ങളോടൊന്ന് പറയണം. അതിനുവേണ്ടിയാണ് ഈ നോവൽ എഴുതുന്നത് എന്നാണ് മലയാറ്റൂർ പറയുന്നത്. ഇത് തുടങ്ങുന്നത് തരുൺ ബോസ് ICS, ഡൽഹിയിലെ മെറ്റ്കാഫ് ഹൗസിൽ IAS പ്രൊഫഷണൽമാർ ക്ലാസ് എടുക്കുന്നതോടുകൂടി തന്നെയാണ്. അദ്ദേഹം ICSകാരനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ സിവിൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീൽ ഫ്രെയിമാണ്. ഞങ്ങളൊക്കെ സ്റ്റീൽ ഫ്രെയിമിന്റെ ആൾക്കാരാണ്. നിങ്ങളെ പുതിയ ആൾക്കാർക്ക് സ്റ്റീൽ ഫ്രെയിം ആകാൻ ഒരിക്കലും കഴിയില്ല. കാരണം ആ ഒരു പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നിങ്ങളുടെ പ്രസക്തി അത്ര മാത്രമേ ഉള്ളൂ. എങ്കിലും ഈ രാഷ്ട്രീയക്കാർ വരും പോകും. ഈ ഭരണം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എപ്പോഴും ഉദ്യോഗസ്ഥന്മാരാണ്. നിങ്ങളാണ് സിവിൽ സർവീസിന്റെ ക്രീം എന്ന് പറയുന്നത്. സിരകളിൽ നീലരക്തം ഓടുന്ന രാജകുമാരന്മാർ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും രാഷ്ട്രീയക്കാർക്ക് വഴങ്ങരുത് എന്നുള്ള ഉപദേശമാണ് തരുൺ ബോസ് ICS അവർക്ക് കൊടുക്കുന്നത്. അതിനുശേഷം കേരള കേഡറിലേക്ക് അലോട്ട് ചെയ്യപ്പെടുന്ന 3 IASകാരുടെ IASും കുര്യൻ, പ്ലാന്ററുടെ മകനായിട്ടുള്ള കുര്യൻ, ജീപ്പ് ഡ്രൈവറുടെ മകനായിട്ടുള്ള ബാലചന്ദ്രൻ, പിന്നീട് മൈഥിലി. ഈ 3 പേരാണ്. അവർ തിരുവനന്തപുരത്ത് വന്ന് സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥന്മാരെ കാണുന്നുണ്ട്. അവിടെ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എപ്പോഴും പ്രസക്തമായിട്ടുള്ള ഒന്നാണ്. അതിലൊരു വിഭാഗം ഉദ്യോഗസ്ഥർ പറയുന്നത്, സീനിയർ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്, നിങ്ങളുടെ ഐഡിയലിസവും ക്ലാസ് റൂമിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്രയും നേരത്തെ ഉപേക്ഷിക്കുന്നുവോ അത്രയും നല്ലത്. ഞാനും നിങ്ങളൊക്കെ ഒരു വലിയ ഒരു യന്ത്രത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. നിങ്ങൾ വിചാരിച്ചാലോ ഞാൻ വിചാരിച്ചാലോ ഈ നാട് നന്നാക്കാൻ പറ്റത്തില്ല. വെറുതെ എന്തിനാണ് പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്? അതിലൊരു സീനിയർ സെക്രട്ടറി കൊടുക്കുന്ന ഉപദേശമാണ്, ഡോണ്ട് സ്വിം ഫ്ലോട്ട്, നീന്തണ്ട, വെറുതെ ഇങ്ങനെ പൊങ്ങിക്കിടന്നല്ല. പിന്നീട് ജെയിംസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ കാണുമ്പോഴാണ് അദ്ദേഹം നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളോട് ഞാനൊരു ജ്യോത്സ്യം പറയട്ടെ. എനിക്ക് മുമ്പ് നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും ആദർശവാദികളാകരുത്, നിങ്ങളെല്ലായ്പ്പോഴും നിങ്ങളുടെ കാര്യം മാത്രം നോക്കി സേഫായിട്ടിരിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ എപ്പോഴും ആദർശവാദികളായിട്ട് തന്നെ ഇരിക്കണം. കാര്യം ദ സോഷ്യോളജി ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസം എന്ന പുസ്തകം എഴുതാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ആദർശവാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജെയിംസ് എന്ന് പറയുന്ന അവരെ IASകാരൻ. അദ്ദേഹം പറയുന്നത്, ഒരു രാഷ്ട്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ്. ദാരിദ്ര്യമുള്ളപ്പോൾ നിങ്ങൾക്ക് നിഷ്പക്ഷരാകാൻ സാധ്യമല്ല. നിങ്ങൾ എപ്പോഴും ഏറ്റവും പാവപ്പെട്ടവരുടെ കൂടെ തന്നെ നിൽക്കണം. അതാണ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം. അദ്ദേഹം പറയുന്നുണ്ട്, 1931 ഗാന്ധിജി ലണ്ടനിലായിരുന്നപ്പോൾ അവിടുത്തെ അമേരിക്കയിൽ നിന്ന് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അമേരിക്കക്കാർക്ക് വേണ്ടി ഒരു പ്രഭാഷണം നടത്താൻ ഗാന്ധിയോട് ആവശ്യപ്പെടുന്നുണ്ട്. ഗാന്ധി പറയുന്നുണ്ട്, 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഒരു വലിയ ഉപഭൂഖണ്ഡത്തിലെ പട്ടിണി പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ സമരം ചെയ്യുന്നത്. ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞാൻ സമരം ചെയ്യുന്നത്. ഈ ലോകത്തിന്റെ മനസാക്ഷിയോട് ഞാൻ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ നിങ്ങൾ നിൽക്കുമായിരുന്നത്? ദരിദ്രരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ജീവിതമായിരിക്കണം ഒരു സിവിൽ സർവീസുകാരന്റെ എന്നുള്ളതാണ് ജെയിംസിന്റെ ആ ഒരു വ്യാഖ്യാനം. അപ്പൊ അങ്ങനെ ഈ ഒരു 3 കാഴ്ചപ്പാടുകളിലൂടെയാണ് ബാലചന്ദ്രൻ ആദ്യം തൊട്ട് വരുന്നത്. പിന്നീട് അദ്ദേഹം കോഴിക്കോട് സബ് കളക്ടർ ആകുന്നു.
കോഴിക്കോട് കളക്ടർ ശേഖരപിള്ളയാണ്. കോഴിക്കോടിനൊരു വലിയ പാരമ്പര്യമുണ്ട്. കളക്ടർ ആകുന്നെങ്കിൽ കോഴിക്കോട് കളക്ടർ ആകുകയെന്നാണ് പറയുന്നത്. കാരണം ഇപ്പോഴും പോലീസ് സെൻട്രിയുള്ള ഒരേ ഒരു കളക്ടറേറ്റ് കോഴിക്കോട്. പണ്ട് കൊണോളി സാഹിബിനെ കുത്തിക്കൊണ്ട അതിനുശേഷം കളക്ടർക്ക് എപ്പോഴും അവിടെ പോലീസ് സെൻട്രി ഉണ്ട്. അവിടെ ശേഖരപിള്ളയുടെ 2 ഇപ്പോഴുണ്ടോ? തൃശ്ശൂരുണ്ടോ? ആംബ് സെൻട്രി തൃശ്ശൂരില്ല. ഓക്കെ, ഞാനത് ഈ കഥയിലുള്ള അത് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം അവിടെ പോകുമ്പോൾ പ്രവേശനമായിട്ട് വന്ന മറ്റൊരു കഥാപാത്രമുണ്ട്, ജയശങ്കർ IPS. ഇപ്പൊ ജയശങ്കർ ആദ്യമേ പറയുന്നുണ്ട്, നീ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ നായരാണോ? അല്ലെന്താ അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, കോഴിക്കോട് പോവുകയാണെങ്കിൽ കളക്ടർ ശേഖരപിള്ളയ്ക്ക് 2 പെൺകുട്ടികളുണ്ട്, സുന്ദരികളായ 2 പെൺകുട്ടികളുണ്ട്, സുജാതയും അനിതയും. കുറച്ചൊക്കെ റൊമാൻസ് ആകാമെന്ന് പറയുന്നു. ശേഖരപിള്ളയുടെ ആഗ്രഹം അത് തന്നെയാണ്. അദ്ദേഹം ഒരു ഗുമസ്തനായിട്ട് കയറിയിട്ട് കഴിവുകൊണ്ട് കളക്ടറായിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഈ 2 പേരും സ്വാഭാവികമാണ്. ബാലചന്ദ്രൻ സുന്ദരനാണ്, സുമുഖനാണ്, ചെറുപ്പക്കാരനാണ്. ക്രീം IAS കാരനാണ്, കയറിയതേ ഉള്ളൂ സർവീസിലേക്ക്. ചീഫ് സെക്രട്ടറി വരെ ഉയരാവുന്ന ഒരു വലിയ പദവിയിലേക്ക് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് 2 പേരും, സുജാതയും അനിതയും ഒക്കെ. അനിത കോളേജ് പ്രൊഫസറാണ്, ഹിസ്റ്ററി പ്രൊഫസറാണ്. അപ്പോൾ 2 പേരും ബാലചന്ദ്രനെ വശീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സുജാതയ്ക്ക് നേരത്തെ ഒരു കാമുകനുണ്ടായിരുന്നു, ശശി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം പൈലറ്റ് ആയിരുന്നു. ഒരു അപകടത്തിൽ അദ്ദേഹം മരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു റെക്ലൂസ് ആണ് സുജാത. ബാലചന്ദ്രൻ വന്നതിന് ശേഷമാണ് അവർ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് എത്തുന്നത്. ശേഖരപിള്ളയുടെ ജീവിതം കളക്ടറാണ്. പെൻഷൻ പറ്റാൻ ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു വീട് വെച്ചിട്ടില്ല. 2 പെൺമക്കളുടെ വിവാഹം നടത്തി കൊടുക്കണം. ബാലചന്ദ്രൻ അനുരൂപനായ ഒരു വരനാണെന്ന് അദ്ദേഹം മരുമകനായി വരുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ബാലചന്ദ്രന് മറ്റൊരു കടപ്പാടുണ്ട്. തന്നെ ഈ നിലയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച നാട്ടുപുറത്തുകാരൻ ഗോപാലകൃഷ്ണ പണിക്കരുണ്ട്, അദ്ദേഹത്തിന്റെ മകളുമുണ്ട്. അപ്പോൾ ആ ഒരു കടപ്പാട് ഇവിടെയുണ്ട്. ഇവിടെ ഇങ്ങനെ അവസ്ഥയിലേക്ക് അങ്ങനെ നിൽക്കുന്നുണ്ട്. ബാലേന്ദ്രന് താല്പര്യം അനിതയാണ്. പക്ഷെ ഒരു രാത്രിയിൽ കളക്ടർ ശേഖരപിള്ളയും അനിതയും കൂടെ ടൂർ പോകുന്ന സമയത്ത് അനിതയെ കാണാനാണ് അദ്ദേഹം കളക്ടേഴ്സ് ബംഗ്ലാവിൽ ചെല്ലുന്നതെങ്കിലും സുജാത നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു അവസരത്തിൽ, ആ പ്രണയത്തിന്റെ അവസരത്തിൽ അവര് ശാരീരികമായിട്ട് അടുക്കുന്ന ഒരു ഘട്ടമുണ്ട്. പിൽക്കാലം ഈ നോവലിന്റെ അവസാന ഘട്ടം നമ്മൾ തിരിച്ചറിഞ്ഞത് സുജാത വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നത്. കാര്യം ഒരു ജീപ്പ് ഡ്രൈവറുടെ മകനായ ലോവർ മിഡിൽ ക്ലാസ് മൊറാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ബാലേന്ദ്രൻ. അപ്പൊ ഈ ഒരു കുരുക്കിൽ നിന്ന് ഒരിക്കൽ രക്ഷപ്പെട്ടു പോകാൻ അയാളുടെ ധാർമ്മിക ബോധം അയാളെ അനുവദിക്കില്ല എന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് സുജാത അവർ കടക്കുകയും ചെയ്യുന്നത്. ഇതിന്റെ റിയാക്ഷൻ പിന്നീട് ഉണ്ടാകുന്നത് അനിത അവൾ പഠിപ്പിക്കുന്ന കോളേജിലെ ഒരു കുട്ടിയുടെ അച്ഛനുമായിട്ട്, ഒരു മുസ്ലിമുമായിട്ട് മെർക്കാറയിൽ ഒരു തോട്ട മുതലാളിയായിട്ട് ഒളിച്ചോടി പോകുന്ന ഒരു സംഭവത്തിലൂടെയാണ് അവൾ അതിനെ റിവെഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഈ പറയുന്ന കഥാപാത്രങ്ങളുടെ ധർമ്മസങ്കടങ്ങൾ, അവരുടെ ജീവിതങ്ങൾ, ഈ ഭരണത്തിന്റെ നമ്മൾ ഇന്നിപ്പോ നമുക്ക് ഒരുപക്ഷെ ഓപ്പൺ ആയിട്ടൊരു കാര്യങ്ങളൊക്കെ ഒരുപാട് അറിയാമെങ്കിലും IAS തലപ്പത്തെ IAS IPS തമ്മിലുള്ള ഒരു പോരാട്ടം, അതെങ്ങനെയൊക്കെയാണ് ജീവിതത്തെ ബാധിക്കുന്നത്. ഇപ്പൊ ശേഖരപിള്ള വിഭാര്യനാണ്, പെൻഷൻ പറ്റാൻ കുറച്ച് നല്ല ആരോഗ്യമുള്ളവരാണ്. അദ്ദേഹത്തിന് അവിടെ ഒരു ചിത്രാദേവി എന്ന് പറയുന്ന അതിസുന്ദരിയ ഒരു അഭിസാരികമായിട്ട് ബന്ധമുണ്ട്. അതിനു മുമ്പ് കോഴിക്കോട് വെച്ച് മന്ത്രിയെ ഒരു വിഭാഗം ആൾക്കാർ അനങ്ങൻപാറ കുടിയിറക്ക പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് തടയുകയും ഒരു സമരം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നത്തെ SP ആയിരുന്ന ചിദംബരത്തിനെതിരായിട്ട് അദ്ദേഹം മന്ത്രിയോട് എന്തോ പറഞ്ഞു എന്നൊരു പ്രശ്നം പോലീസുകാർക്കുണ്ട്. അങ്ങനെ ഒരു രാത്രി കേശവപിള്ള അവിടെ പോയി ചിത്രാദേവിയെ കണ്ട് തിരിച്ചു വരുമ്പോൾ കാറിന്റെ 4 ടയറിലും കാറ്റില്ല. അദ്ദേഹം നടന്നു പോകുന്നുണ്ട്. ഇത് അന്തിപത്രത്തിൽ വാർത്തയാകുന്നുണ്ട്, വലിയ രീതിയിൽ വരുന്നുണ്ട്. അദ്ദേഹം ട്രാൻസ്ഫർ ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പൊ ഈ IAS IPS പോലെ ഒരു ഭാഗത്ത് നടക്കുന്നു. ബാലചന്ദ്രന് സ്വന്തം സേതുവിന്റെ ഒരു സ്വഭാവം ബാലചന്ദ്രന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഉയരണം, സ്വാഭാവികമായിട്ട് ലഭിക്കാവുന്ന പ്രൊമോഷനുകൾക്ക് വേണ്ടി അയാൾ വേറെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നു. സുജാത വിവാഹം കഴിച്ചെങ്കിലും അവരുടെ കുടുംബജീവനം അത്ര തൃപ്തികരമായിട്ടൊന്നായിരുന്നില്ല. അദ്ദേഹം എപ്പോഴും ടൂറും മറ്റു കാര്യങ്ങളും ഒക്കെ കേട്ട് അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ തിരുവനന്തപുരത്ത് അവസാനം ഇവിടെ ഗതികെട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട് സുജാത. ആ ഒരു രാത്രിയിൽ അനിത അവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു, ഒരു തെറ്റും കൂടി ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ബാലചന്ദ്രനുമായിട്ട് അവർ ബന്ധം സ്ഥാപിക്കുന്നു. പിന്നെ കോളേജിൽ അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ആ കോളേജിലെ ദേവപാലൻ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പ്രൊഫസറുമായിട്ട് അനിത, അവിടെയും ഈ സൈക്കോളജിയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ദേവപാലന്റെ ഒരു പ്രശ്നം, തൻ്റെ ചെറുപ്പകാലത്ത് ഒരു പെൺകുട്ടിയെ കൊന്നു എന്നൊരു വിശ്വാസത്തിലാണ് അയാൾ ഇടയ്ക്ക് ഭ്രാന്തനായിട്ട് മാറുന്നുണ്ട്. പക്ഷെ പിന്നീട് അനിത അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ജ്യേഷ്ഠനെ പോയി കാണുകയും ഈ കൊന്നു എന്ന് പറയുന്ന പെൺകുട്ടി മരിച്ചിട്ടില്ല, ഇടനിലക്കാരിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് പോവുകയായി.
അങ്ങനെ സത്യസന്ധമായ രീതിയിലേക്ക് അവരുടെ ജീവിതം പോവുകയും ചെയ്യുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള കുടിപ്പകയിൽ ബലിയാടാകുന്ന ചില ആൾക്കാരാണ്. ഈ ഫിലിപ്പോസ് മുതലാളിയുടെ മകൻ കുര്യനെതിരായിട്ട് ഒരു ആരോപണം വരുന്നുണ്ട്. ഒരു MLA ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ആ ആരോപണം അന്വേഷിക്കുന്ന ഒരു ജെയിംസ് എന്ന ഉദ്യോഗസ്ഥനാണ്. ആ ഒരു മറുപടി അനുകൂലമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മകനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ, മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്നുള്ള കാര്യങ്ങളും, പിന്നീട് ഒരു പെൺകുട്ടിയുമായിട്ട് കോളേജ് ഹോട്ടൽ റൂമിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ആ പയ്യൻ ആത്മഹത്യ ചെയ്യുകയാണ്. അങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്നതോടുകൂടി ജെയിംസ് സർവീസിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എനിക്ക് ഇനി യന്ത്രത്തിന്റെ ഭാഗമാകാൻ വയ്യ എന്നുള്ള ആ ഒരവസ്ഥയിലും അദ്ദേഹം അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ മനുഷ്യരുടെ ഉയർന്ന തരത്തിലുള്ള മനുഷ്യരാണെങ്കിലും അവരുടെ ധർമ്മസങ്കലനങ്ങളുടെ കഥയും അദ്ദേഹം ഈ നോവലിലൂടെ പറയുന്നുണ്ട്. ഇനിയുള്ളത് പൊന്നി എന്ന നോവലാണ്. അത് സിനിമയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം, മുടുകരുടെയും ഇരുളരുടെയും ജീവിതമാണ്. നേരത്തെ MD സാറ് പറഞ്ഞതുപോലെ ഈ സവർണർ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം ആൾക്കാർ, ഈ സവർണത ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് അവിടെ മാത്രമല്ല, മുരുടരും ഇരുളരും രണ്ടുപേരും ആദിവാസികളാണ്. പക്ഷെ മുടുകരേക്കാൾ താഴ്ന്ന ജാതിയാണ് ഇരുളർ. മുടുക വിഭാഗത്തിൽപ്പെട്ട പൊന്നി എന്ന പെൺകുട്ടിക്ക് അവളും സമൂഹത്തെ ധിക്കരിക്കുന്നതാണ്. അവരുടെ ആചാരങ്ങളെ കാര്യം അവൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരെ വിവാഹം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം അവൾക്കുണ്ട്. അതുകൊണ്ട് എല്ലാ മുടുക പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന ചെല്ലൻ എന്ന യുവാവിനേക്കാളും അവൾക്കിഷ്ടം താഴ്ന്ന ജാതിക്കാരനായ ഇരുള ഗോത്രത്തിൽപ്പെട്ട മാരനെയാണ്. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു പ്രണയവും, അവരുടെ ഗോത്രത്തിൽ തന്നെയുള്ള ദുർമന്ത്രവാദം കൊണ്ട് നടക്കുന്ന ബൊമ്മൻ എന്നൊരു കഥാപാത്രമുണ്ട്. ആ ഗോത്രത്തിനകത്തുള്ള ആൾക്കാരെ ഒറ്റുകൊടുക്കുന്ന ഒരു കഥാപാത്രമാണ്. അട്ടപ്പാടി ആദിവാസികളുടെ ജീവിതം എങ്ങനെയൊക്കെയാണ് മാറി മറിയുന്നതെന്നും, താഴ്വരയിൽ നിന്ന് പോയിട്ടുള്ള ചേട്ടന്മാർ അവിടെ ഭൂമി വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്നും, ഈ ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ എങ്ങനെയാണോ എന്നൊക്കെയുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു കാര്യം ആ നോവൽ പറയുന്നുണ്ട്. പൊന്നിയുടെ മരണത്തോടു കൂടിയാണ് മല്ലീശ്വരൻ മുടിയിലെ ശിവരാത്രി ദിവസമുള്ള ആഘോഷത്തിനന്ന് രാത്രിയിലെ ഇവർ രണ്ടുപേരും മാരനും പൊന്നിയും കൂടെ ഒളിച്ചോടാൻ നിന്ന ആ ഒരു രാത്രിയിലാണ് ആ ഒരു ഉരുൾപൊട്ടലിൽ പൊന്നി മരിക്കുന്നത്. പിന്നെ 5 സെന്റ് എന്ന് പറയുന്ന നോവലിൽ രാഷ്ട്രീയ അധികാരത്തിന്റെ തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയത്തിന്റെ കാര്യം പറയുന്നതാണ് 5 സെന്റ് എന്ന നോവല്. സാത്വികനായ മാധവൻ പിള്ള അദ്ദേഹത്തിന് ജീവിതം മുഴുവൻ, സ്വത്ത് മുഴുവൻ രാഷ്ട്രീയത്തിന് വേണ്ടി സമർപ്പിച്ച് എല്ലാം നഷ്ടപ്പെട്ടു പോയാണ്. അവസാന കാലത്ത് ഒരു 5 സെന്റ് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി, തന്റെ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കുന്നു. മുഖ്യമന്ത്രി കാണാൻ അവിടെ പോകുന്നുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി തിരക്കിൽ കാണാനായിട്ട് സമയം അദ്ദേഹത്തിന് ഉണ്ടാകുന്നില്ല. തിരിച്ചു വരുന്നു. പുള്ളി ആശുപത്രി കിടന്ന് മരിക്കുന്നതാണ് ആ ഒരു രംഗം. പിന്നീട് മറ്റ് നോവലുകളും ധാരാളം ചെറുകഥകളും ഒക്കെയായിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ചെറുകഥകളിൽ വേരുകൾക്കൊരു അനുബന്ധം എന്ന് പറയുന്ന ഒരു ചെറുകഥയുണ്ട്. വേരുകളിലെ കഥാപാത്രങ്ങൾ തന്നെയാണ് അതിലുമുള്ളത്. അമ്മലു അതിൻ്റെ അവസാന കാലഘട്ടമാണ് പറയുന്നത്. അതിൽ അമ്പലു അവസാനം മരണത്തോടടുക്കുമ്പോൾ അദ്ദേഹം കുപ്പിയിൽ ഗംഗാജലം കൊടുക്കുമ്പോൾ അമ്പലു ചോദിക്കുന്നുണ്ട്, ഇത് ഏത് വെള്ളമാണ്? അത് ഗംഗാജലമാണ്. അപ്പൊ അമ്പലു പറഞ്ഞുകൊണ്ട്, ഞാൻ ഈ പറമ്പിൽ 3 കിണർ കുഴിച്ചിട്ടുണ്ട്, അതിലൊന്നിലും വെള്ളമില്ലാഞ്ഞിട്ടാണോ ഈ ഗംഗാജലം എനിക്ക് തരുന്നത്? അപ്പോൾ ആ ഒരു സ്ത്രീയുടെ, അധ്വാനിക്കുന്ന ആ ഒരു സ്ത്രീയുടെ ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഇതിലൊന്നുമല്ല കാര്യമെന്നുള്ളത്. തന്റെ വീട്ടിൽ താൻ കുഴിച്ച കിണറിലെ തെളിനീരാണ് ഗംഗാജലത്തെക്കാളും വലുത് എന്ന് കരുതുന്ന ഒരു സ്ത്രീയുടെ സ്ഥൈര്യം അമ്പലുവിന്റെ കഥാപാത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ധാരാളം ചെറുകഥകൾ, കാർട്ടൂണുകൾ, ചിത്രം, ഛായാചിത്രങ്ങൾ. നല്ലൊരു പെയിന്റർ കൂടിയായിരുന്നു മലയാറ്റൂർ രാമകൃഷ്ണൻ. ഇങ്ങനെ എല്ലാ രീതിയിലും സംഭവബഹുലമായ വ്യക്തിജീവിതവും ഔദ്യോഗിക ജീവിതവും നയിച്ചൊരു വ്യക്തിയായിരുന്നു മലയാറ്റൂർ രാമകൃഷ്ണൻ. അദ്ദേഹത്തെ പറ്റി ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ള ഒരു സന്തോഷത്തോടു കൂടി തന്നെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാറിന്റെ പ്രസംഗം ഈ മലയാറ്റൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ സാഹിത്യമായിട്ടുള്ള, കലാപരമായിട്ടുള്ള പലതരത്തിലുള്ള വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രഭാഷണമായിരുന്നു. യക്ഷിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. അങ്ങ് പറഞ്ഞതിനകത്ത് ചെറിയ പ്രശ്നമുള്ളത്, ഈ യക്ഷികൾക്കെല്ലാം അവരുടെ പൂർവ്വകഥ ഏതാണ്ട് ഒരേ തരമാണ്. അങ്ങനെ ഒരു എന്താണ്, ബലാത്സംഗം ചെയ്യപ്പെടുക, കൊല്ലപ്പെടുക, അവരെല്ലാം മിക്കവാറും ഒരു ജാതിയിൽപ്പെട്ട ആൾക്കാരുമാണ്. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാ കഥകളും, പിന്നെ അവർക്കെല്ലാം ആസ്മയുടെ അസുഖം ഉണ്ടാവും. അവരിങ്ങനെ വലിച്ചു കൊടുക്കുക, ഈ ഒരേ ടിപ്പിക്കൽ ക്യാരക്ടേഴ്സാണ് എല്ലാവരും. ഈ നോവൽ പക്ഷേ അതിൽ നിന്ന് മാറിയിട്ട്
എഴുത്ത് ഭാഷയുടെ ഒരു ശക്തിയും സർഗാത്മകതയും നോക്കി ഒരു സാർ കൃത്യമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. അടുത്തായി സംസാരിക്കുന്നത് മലയാറ്റൂർ വ്യക്തിയും അദ്ദേഹത്തിന്റെ സംഭാവനകളും ആ വിഷയത്തെക്കുറിച്ച് ശ്രീ ഉണ്ണികൃഷ്ണനാണ്. ഒരു പ്രത്യേകതയുണ്ട്, ഈ വർഷത്തെ മലയാറ്റൂർ അവാർഡ് വാങ്ങിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണനാണ്. അപ്പോൾ അതിന് വലിയ സന്തോഷമുണ്ട് തീർച്ചയായും. അപ്പോൾ മലയാറ്റൂരിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എല്ലാം പ്രശംസിച്ച് പറയുമെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് വിരുദ്ധാഭിപ്രായങ്ങളും സജീവമായിട്ടുണ്ട്. ഉദാഹരണത്തിന് ജെ.സി. ഡാനിയൽ പുരസ്കാരം ജെ.സി. ഡാനിയലിനെതിരെ അദ്ദേഹം പ്രവർത്തിച്ചു എന്ന തരത്തിലൊരു കഥയും ഈ നാട്ടിൽ പ്രചാരത്തിലുണ്ട്. അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ആയിരുന്നു, ലളിതകാലക്കാരൻ സെക്രട്ടറി ആയിരുന്നു. നമ്മുടെ സാംസ്കാരിക സാഹിത്യ രംഗത്തിൽ വലിയ ഇടപെടൽ നടത്തിയിട്ടുള്ളതാണ്. ഈ ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ആ ശില്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു ആശയമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അശ്വമുഖത്തു നിന്ന് തന്നെ കേൾക്കാം. ശ്രീ ഉണ്ണികൃഷ്ണ സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കാം.